पूछ के सपाया, इन पूछ के सपाया। അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട രക്ഷിതാക്കന്മാരെ, നാട്ടിലെ മുതിർന്നവരെ, സഹപ്രവർത്തകന്മാരെ, വിദ്യാർത്ഥികളെ, സഹോദരിമാരെ, തൻവീറുൽ ഇസ്ലാം സാഹിത്യ സമാജം മീലാദ് മഹ്ഫിൽ 2016 വളരെ ആവേശകരമായ രണ്ടാം ദിനത്തിലാണ് നാം ഒത്തുചേർന്നിരിക്കുന്നത്. മാർന്ന മാപ്പിളപ്പാട്ടിന്റെ, ഇശൽ മദ്ഹിന്റെ, ദഫ്മുട്ടിന്റെ ഒരുപാട് മാപ്പിള കലകൾ അരങ്ങേറുന്ന ഈ വേദിയിൽ ഒരു സ്വാഗത പ്രഭാഷണത്തിന് സുദീർഘമായ ഒരു സമയം ഞാൻ എടുക്കുന്നില്ല. ഏതിരുന്നാലും ഈ നാടിന്റെ സാമൂഹിക ദീനീ ചരിത്രത്തിൽ എന്നും ഒരു പൊൻവെളിച്ചമായി തൻവീറുൽ ഇസ്ലാം സാഹിത്യ സമാജം അതിന്റെ പ്രവർത്തനവും മുന്നോട്ടു പോകുന്നു എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനകരമാണ്. നമ്മുടെ പള്ളിയുടെ തുടക്കം മുതൽ തന്നെ വളരെ സജീവമായി ഈ സമാജത്തിന്റെ പ്രവർത്തനങ്ങളും തുടങ്ങി എന്നുള്ളത് ഈ നാടിന്റെ ചരിത്രത്തിൽ എന്നും സ്മരിക്കപ്പെടുന്ന ഒരു അധ്യായമാണ്. നമുക്കറിയാം തൻവീറുൽ ഇസ്ലാം സാഹിത്യ സമാജം ഈ സംഘം വളർന്നു വരുന്നതിന് വേണ്ടി ഈ നാടിന്റെ അത്താണിയായി ഈ നാട്ടിലെ വിദ്യാർത്ഥികളുടെ, യുവാക്കളുടെ ഒരാവേശമായി ഈ സംഘത്തെ വളർത്തിയെടുക്കുന്നതിന് പിന്നിൽ അഹോരാത്രം പ്രയത്നിച്ച മഹാനായ മർഹൂം ഖാളി മസൂദ് ഉസ്താദ്, അദ്ദേഹത്തിന്റെ കഠിന പ്രയത്നത്തിന്റെ ഫലമായിട്ടാണ് ഈ സംഘം ഈ നാടിന്റെ വലിയ ഒരു പ്രതീക്ഷയായി വളർന്നു വന്നിരിക്കുന്നത്. ഈ സംഘത്തിന് അദ്ദേഹം നൽകിയ ആ ഒരു ആവേശം ഒരിക്കലും എന്റെ വാക്കുകളിലൂടെ വിവരിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ്. ഇന്ന് ആ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ പുത്രൻ ഉവൈസ് മൗലവിയുടെ നേതൃത്വത്തിൽ പള്ളിയിൽ വിപുലമായ ദർസും സമാജവുമൊക്കെയായി അതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സമാജത്തിന്റെ കീഴിൽ നിരവധി പ്രവർത്തനങ്ങൾ, IDC ക്ലാസ്, മാസാന്ത പഠന ക്ലാസ് തുടങ്ങി ഒരുപാട് ഒട്ടനവധി സംരംഭങ്ങൾ തുടങ്ങിക്കൊണ്ട് തൻവീറുൽ ഇസ്ലാം സാഹിത്യ സമാജം കുമ്മങ്കോടിന്റെ ചരിത്രത്തിൽ പുതിയ അധ്യായങ്ങൾ തുന്നിച്ചേർത്തുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഈ നാട്ടിലെ വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും അവരുടെ കഴിവുകളെ പരിപോഷിപ്പിക്കുന്നതിനു വേണ്ടി അവരുടെ കലാവാസനകളെ ഉയർച്ചയിൽ എത്തിക്കുന്നതിന് വേണ്ടി ഈ സമാജം വഹിക്കുന്ന പങ്ക് എന്നും ഈ നാട് സ്മരിക്കപ്പെടും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. സാന്ദർഭികമായി ഒരു കാര്യം ഉണർത്താനുള്ളത്, ഇത്തരം സംരംഭങ്ങൾക്ക് നാം പ്രോത്സാഹനം നൽകേണ്ടത്, ഇത്തരം സംരംഭങ്ങളെ നാം പിന്തുണയ്ക്കേണ്ടത് നമ്മുടെ നാടിന്റെ ആവശ്യകതയാണ്. കാരണം കഴിഞ്ഞ വർഷം ഈ വേദിയിൽ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചപ്പോ തൻവീറുൽ ഇസ്ലാം സാഹിത്യ സമാജം മീലാദ് മഹ്ഫിൽ കഴിഞ്ഞ ജനുവരിയിൽ ഇവിടെ നടക്കുമ്പോ അന്ന് ഞാൻ ഓർക്കുന്നു, ഈ സംഘത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ, ഈ സമാജത്തിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ അന്ന് 10-15 വിദ്യാർത്ഥികളും യുവാക്കളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ സംഘം ഒരു വർഷം കൊണ്ട്, ആ ഒരു പരിപാടി കൊണ്ട് നമുക്ക് കിട്ടിയ നേട്ടം എന്ന് പറയുന്നത് ഇന്നത്തെ ഈ പരിപാടി വിജയിപ്പിക്കുന്നതിന് വേണ്ടി എന്തിനും സന്നദ്ധരായിട്ടുള്ള ഒരു പറ്റം യുവാക്കൾ, ഒരു പറ്റം വിദ്യാർത്ഥികൾ ഈ പ്രദേശത്ത് വളർന്നു വന്നു എന്നുള്ളത് ഈ സമാജത്തിന്റെ ഏറ്റവും വലിയ ഒരു വിജയമായി നമുക്ക് കാണാവുന്നതാണ്. ഏതായാലും ഞാൻ എന്റെ സ്വാഗത പ്രഭാഷണം സുദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ
പ്രിയപ്പെട്ട കലാകാരന്മാർ കോയ കാപ്പാടും സംഘവും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെ സ്വാഗതം ചെയ്യുക എന്നുള്ള ഒരു കർത്തവ്യമാണ് എനിക്ക് നിർവഹിക്കാനുള്ളത്. അതുകൊണ്ട് അവസാനമായി എനിക്ക് പറയാനുള്ളത്, ഇത്തരം സംരംഭങ്ങളെ നിങ്ങൾ അകമയിഞ്ഞ് പിന്തുണച്ചുകൊണ്ട് ഈ നാടിന്റെ വളർന്നു വരുന്ന വിദ്യാർത്ഥികൾക്ക്, യുവാക്കൾക്ക് ഒരത്താണിയായി ഏത് രംഗത്തും, കലാവാസനയിലായിക്കോട്ടെ, മതപഠന രംഗത്തായിക്കോട്ടെ, ഒരു ആശയായി വളരുന്ന ഈ സംഘത്തെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. സുദീർഘമായി സംസാരിക്കുന്നില്ല. ഏതായാലും നമ്മുടെ പരിപാടി ആരംഭിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ മാപ്പിള കലാവേദികളിൽ, നിരവധി വേദികളിൽ അംഗീകാരങ്ങൾ നേടിക്കൊണ്ട് മാപ്പിള കലയുടെ സുൽത്താൻ എന്ന് വിശേഷിപ്പിക്കുന്ന കോയ കാപ്പാടും സംഘവും അവതരിപ്പിക്കുന്ന ഇമ്പമാർന്ന ദഫ്മുട്ട്, അറബനമുട്ട്, നഅത്തെ ശരീഫ് തുടങ്ങി വിവിധ കലാപരിപാടികൾ ഈ വേദിയിൽ അരങ്ങേറുകയാണ്. അവർക്ക് വേണ്ടി വേദി ഒഴിഞ്ഞുകൊടുക്കുകയാണ്. അവരെ ഹൃദയംഗമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിപാടിയിലേക്ക് എത്തിച്ചേർന്ന എല്ലാവർക്കും ഒരായിരം അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തുകയാണ്. എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളോട് പറയാനുള്ളത്, നിങ്ങളുടെ കസേരകൾ ഒഴിഞ്ഞുകൊടുത്ത് മുമ്പിലുള്ള ഇവിടെ ഇട്ടിരിക്കുന്ന പായയിലിരുന്നാൽ ഒരുപാട് സഹോദരന്മാർ, അവിടെ മുതിർന്ന ആളുകൾ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ആ കാര്യം പ്രത്യേകം നമ്മുടെ വളണ്ടിയർമാരും ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ സഹോദരിമാരുടെ ഭാഗത്ത് എത്രയും പെട്ടെന്ന് കുറച്ചുകൂടി കസേര എത്തിച്ചുകൊണ്ട് ഈ ഭാഗത്തും ഇവിടെയുമൊക്കെ സ്ഥലം ഉണ്ട്. ആ സ്ഥലം ഉപയോഗപ്പെടുത്തി ആ പരിപാടിക്ക് വന്നിട്ടുള്ള സഹോദരിമാർക്ക് സൗകര്യം ചെയ്തു കൊടുക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. വളണ്ടിയർമാർ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ചെറിയ മക്കൾ, ആ കസേരയിലിരിക്കുന്ന ചെറിയ മക്കളൊക്കെ ഒന്ന് ഇങ്ങോട്ട് വന്നിരുന്നു കഴിഞ്ഞാൽ അവിടെ കുറെ നമ്മുടെ മുതിർന്ന ആളുകളൊക്കെ അങ്ങോട്ട് നിൽക്കുന്നുണ്ട്. ആ നിൽക്കുന്ന ആളുകൾക്ക് വന്നിരിക്കാനുള്ള സൗകര്യം ഉണ്ടാകും എന്ന് അറിയിക്കുകയാണ്. നമ്മുടെ കോയ കാപ്പാടും സംഘവും നമ്മുടെ ഈ പരിപാടി അവതരിപ്പിക്കാൻ വേണ്ടി പോകുന്നു. ആ സൗകര്യങ്ങളൊക്കെ പരമാവധി ഉപയോഗപ്പെടുത്തുക. നാളെ ഇൻഷാ അല്ലാഹ് ബഹുമാനനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളുടെ പേരമകനായ സയ്യിദ് ഹാഷിം ബാഫഖി തങ്ങൾ നമ്മുടെ മജ്ലിസിന് നേതൃത്വം നൽകും. ദുആ മജ്ലിസിൽ നിങ്ങൾ വന്നതുപോലെ എല്ലാ സഹോദരന്മാരും സഹോദരിമാരും നാളത്തെ പരിപാടിയിൽ നിർബന്ധമായി പങ്കെടുക്കണമെന്ന് അറിയിക്കുകയാണ്. കാരണം നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഒരുപാട് രോഗികളും ഒരുപാട് പ്രയാസപ്പെടുന്നവരും അതേപോലെ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകളും കടമ്പകളുമൊക്കെ നമ്മെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരക്കുട്ടികളെ മുൻനിർത്തി ദുആ ചെയ്താൽ അതിനെല്ലാം വലിയ ഫലം ഉണ്ടാകും എന്ന് മനസ്സിലാക്കി എല്ലാ സഹോദരന്മാരും സഹോദരിമാരും പരിപാടിയിൽ പങ്കെടുക്കുക. ആരുടെ പ്രാർത്ഥനയാണ്, ആരുടെ ആമീനാണ് സ്വീകരിക്കപ്പെടുക എന്നറിയില്ലല്ലോ. അതുകൊണ്ട് എല്ലാ സഹോദരിമാരും സഹോദരന്മാരും നാളെ നേരത്തെ തന്നെ നമുക്ക് നേരത്തെ പരിപാടി തുടങ്ങണം. സമ്മാനദാനവും അതേപോലെ തന്നെ മറ്റ് കുടുംബകിസിന്റെ പ്രഖ്യാപനവും സമ്മാനദാനവും ഒക്കെ നാളെ നടക്കും. അതുകൊണ്ട് വളരെ നേരത്തെ തന്നെ എല്ലാ സഹോദരന്മാരും സഹോദരിമാരും എത്തിച്ചേരുക. മറ്റൊരു കാര്യവും കൂടി നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്, സ്വാഗത പ്രഭാഷകൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സാഹിത്യ സമാജത്തിന്റെ കീഴിൽ പല പദ്ധതികളും നടക്കുന്നു. മാസാന്തം ബഹുമാനപ്പെട്ട മുജീബ് ഉസ്താദിന്റെ പഠന ക്ലാസ്, സംശയ നിവാരണം നടത്താനുള്ള ഒരു ക്ലാസ് ആണ്. ആ ക്ലാസ്സിൽ എല്ലാവരും അറിയിക്കുന്ന സമയം അനുസരിച്ച് വരിക. അതേപോലെ തന്നെ യുവാക്കളെയൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ആഴ്ചയിലോ രണ്ടാഴ്ചയിലോ നടത്തുന്ന പ്രത്യേകം ക്ലാസ് ബഹുമാനപ്പെട്ട
ബഹുമാനപ്പെട്ട കോയാക്കാപ്പാടും സംഘവും നമ്മുടെ വേദിയിലേക്ക് കടന്നു വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. IDC എന്ന ഡിപ്ലോമ കോഴ്സ്, അതേപോലെ തന്നെ നാളെ ഇൻഷാ അല്ലാഹ് ചെറിയ മക്കൾക്ക് ഖുർആൻ ഓതുന്നതും അതേപോലെ തന്നെ അറബി കൂട്ടി വായിക്കുന്നതും എഴുതുന്നതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി നമ്മുടെ സമാജത്തിന്റെ കീഴിൽ തന്നെ ഇൻഷാ അല്ലാഹ് റൗദത്തുൽ ഖുർആൻ എന്ന് പറയുന്ന ഒരു സംവിധാനവും കൂടി സംരംഭവും കൂടി വരികയാണ്. അതിന്റെ പ്രഖ്യാപനം ബഹുമാനപ്പെട്ട സയ്യിദ് ഹാഷിം ബാഫക്കി തങ്ങൾ നാളെ നിർവഹിക്കും. അതിലെല്ലാം എല്ലാ സഹോദരന്മാരും വളരെ നേരത്തെ തന്നെ എത്തി നമ്മുടെ പരിപാടിയുമായി സമ്പൂർണമായി സഹകരിക്കണമെന്ന് അറിയിക്കുന്നു. കോയാക്കാപ്പാടിനും സംഘത്തിനും വേണ്ടി വേദി ഒഴിഞ്ഞുകൊടുക്കുന്നു. ആദരണീയരായ പണ്ഡിത മഹത്തുക്കൾ, കമ്മിറ്റി ഭാരവാഹികൾ, നാട്ടിലെ കാരണവന്മാർ, സഹോദരിമാരെ, ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ റബീലാണ് നാം നിലകൊള്ളുന്നത്. റബ്ബ് തആല നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ, റാഹത്താക്കി തരുമാറാവട്ടെ. വ്യത്യസ്തമായ 4 കലാരൂപങ്ങളുടെ സമന്വയമാണ് ഇവിടെ അരങ്ങേറാൻ പോകുന്നത്. അതില് മദ്ഹ് ഗാനങ്ങള്, നാഅത്ത്, ഖവാലി, ശൈഖ് അബുൽ ഹസൻ അശ്ശാദിലി ഖദ്ദസല്ലാഹു തആല സിറഹുൽ ലദീസ് തങ്ങളുടെ അബദാനങ്ങൾ വായിക്കൊണ്ടുള്ള അറബനമുട്ട്, ശൈഖ് അഹ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു തആല സിറഹുൽ ലദീസ് തങ്ങളുടെ പ്രകീർത്തനങ്ങൾ പാടിക്കൊണ്ടുള്ള ഇമാം ബൂസൂരി റളിയല്ലാഹു തആലയുടെ ബുർദ കേവലം 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ ദൈർഘ്യത്തിൽ ചെയ്തു തീർക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. റബ്ബ് തആല ഖബൂൽ ചെയ്യുമാറാവട്ടെ. പലതവണ ഉവൈസ് ഉസ്താദും ഒക്കെ അങ്ങോട്ട് വിളിച്ചെങ്കിലും വരാൻ പറ്റാത്തൊരവസ്ഥയിലുണ്ടായിരുന്നത്. നാദാപുരം എന്ന് പറയുമ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം ശരിക്കൊരു വികാരമാണ്. ഉപ്പയുടെ ദർസി പഠനം കാപ്പാട് കുഞ്ഞഹമ്മദ് മുസ്ലിയാരുടെ കീഴിലായിരുന്നു ദീർഘകാലത്തെ പഠനം. അഥവാ OK ഉസ്താദിന്റെയും EK ഉസ്താദിന്റെയും അണ്ടോൺ അബ്ദുള്ള മുസ്ലിയാരുടെയും എംപിച്ചിക്കോയത്തങ്ങൾ അസ്ഹറിയുടെയും ഉസ്താദായ കാപ്പാട് കുഞ്ഞഹമ്മദ് മുസ്ലിയാരുടെ കീഴിലായിരുന്നു. കുഞ്ഞഹമ്മദ് മുസ്ലിയാർ കാപ്പാട് ദർസിൽ നിന്ന് കാസർഗോഡ് പടന്നയിലേക്ക് മാറിയപ്പോ ഉപ്പ പിന്നെ തെരഞ്ഞെടുത്തത് നാദാപുരം പള്ളിയായിരുന്നു. നാദാപുരത്ത് മേപ്പിലാശ്ശേരി ഓർ എന്ന് ഉപ്പ പറയാറുണ്ടായിരുന്നു. അഥവാ മേപ്പിലാശ്ശേരി മൊയ്തീൻ മുസ്ലിയാർ. ഞാൻ മനസ്സിലാക്കിയിടത്തോളം കേനോറുടെ ഉസ്താദാണെന്നാണ് എന്റെ അറിവില്. അല്ലേ അങ്ങനല്ലേ കേനോർ ഉസ്താദല്ലേ മേപ്പിലാശ്ശേരി ഓർ? അറിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഏതാവട്ടെ ആ മഹത്തുക്കളുടെ പാദസ്പർശമേറ്റ മണ്ണിൽ നിൽക്കാൻ കഴിയുക എന്നുള്ളത് വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. അല്ലെങ്കിലും മഹത്തുക്കളുടെ പാദസ്പർശമേറ്റ മണ്ണിനും അവര് പോയ വഴിക്കും അവരുപയോഗിച്ച വസ്തുക്കൾക്കൊക്കെ പ്രത്യേകതയുണ്ട്. അല്ലാഹു തആല അത്തരം നല്ല മജ്ലിസിൽ നമ്മുടെ ഈ മജ്ലിസ് ഉൾപ്പെടുത്തുമാറാവട്ടെ, റാഹത്താക്കി തരുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് മദ്ഹ് ഗാനം എന്ന് പറയുമ്പോ മഹാകവി മോയിൻകുട്ടി വൈദ്യരെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു ഗാനശാഖയില്ല. വൈദ്യരുടെ കൃതികൾ നമുക്ക് ഇൻഷാ അല്ലാഹ് പരിചയപ്പെടണം. തങ്ങൾ സഹബോരും ഏയും നള്ളും അതിർപ്പമ്യം ൂടുവാചുഷന്തതിൽ തെളിവോളിവായി ബന്ധ പിന്നൊരു ഭുവനിയ കേക്കിൽ ബന്ധിയുടെ സൈറായി അത്തരുണിന്നു ഹോലൈഫായണ്ടേ കലമില ഫാർത്താൻ അവിടം തനുഷിന്തിമോ ഹൃദിമുളർത്തിടുവാ
صلى مهيمن خلاك مؤمن صلى مهيمن خلاك مؤمن سلم ربي على طه سيدي طه سيدي كل الملا صلى مهيمن خلاك مؤمن صلى مهيمن خلاك مؤمن سلم ربي على طه سيدي طه سيدي كل الملا. എന്റെ പിന്നിൽ അണിനിരക്കുന്നവര് അവര് സംസ്ഥാന സ്കൂൾ കലോത്സവങ്ങളിലും മറ്റ് സാഹിത്യോത്സവങ്ങളിലൊക്കെ പ്രതിഭാത്തം തെളിയിച്ച നല്ല കലാകാരന്മാരാണ്. അവരുടെ സ്വരങ്ങളിലൂടെ വേറിട്ട മദ്ഹ് ഗാനങ്ങൾ നമുക്ക് ആസ്വദിക്കാം. ചിരിച്ചാലൻ മുത്തുനബി ആദരം മുല്ലമലർ വിരിഞ്ഞ പോലെ ഒന്നും ഒഴിഞ്ഞാൽ എൻ പുണ്യകവി വചനം മുത്തുമണി പൊഴിഞ്ഞ പോലെ എന്നും കാത്ത് കാത്ത് ഞാനുറങ്ങും കനവിലൊന്നു നെഞ്ഞിടാൻ എന്നും ആശയോടെ കാത്തിരിക്കും എന്റെ കൽവിനുള്ള കുളിരണിയായ പണ്ഡിത മഹത്തുക്കൾ രചിച്ചു വെച്ച കിസ്സപ്പാട്ടുകൾ സുഖമാലവരെ തിടവാജിയിലേറിയുമേറിയ മോദമിനാലെ സന്തോഷ പെൺമണി കൺമണിയാണവള് ഫർഹാൻ വടിയുടെ ദൂരവും നിനയായി വരവിലെ പോരുമേ നിനയായി കരയുമി ലേറുമി കഥയാൽ ഭയമോട് സത്താരെ സംഗതി തിരിരാവ് തൊടുത്തിട തങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള നഅത്തെ ശരീഫ്. യാ മുസ്തഫ യാ മുസ്തഫ യാ മുസ്തഫ യാ മുസ്തഫ तो ही आशिके नबी सबको ये सजाया जा मुस्तफा के इश्क भी महफिले से जाए जा दशन आमदे नबी दशन आमदे नबी देश तुम या नबी देश तुम या नबी देश तुम या नबी. ഭക്തി ഗാനങ്ങളും ആസ്വദിക്കാം. ശ്യാമുള്ള മണം വീശും ഇളം കാറ്റേ നീവാ ഇലാഹിന്റെ കുതിര തുന്നിശലോടെ പാടാം. ശ്യാമുള്ള മണം വീശും ഇളം കാറ്റേ നീവാ ഇലാഹിന്റെ കുതിര തുന്നിശലോടെ പാടാം. തങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ട് മദീനയെ പുകഴ്ത്തിക്കൊണ്ട് ഇന്നത്തെ ഈ മദ്ഹിരാവിന് നമുക്ക് തുടക്കം കുറിക്കാം. ഷമ്മാസ് ഹബീബ് أكهل العينين نبينا أجمل الخدين يا رسولا അഴകതിലോ സമമില്ല തിരുനബി അഴകതിരില്ല അഴകതിലോ സമമില്ല തിരുനബി അഴകതിരില്ല
അഴകതിലോ സമമില്ല തിരുനബി അഴകതിരില്ല അഴകതിലോ സമമില്ല തിരുനബി അഴകതിരില്ല അക്ഹലുൽ ഐനൈനി നബീനാ അജ്മലുൽ ഖദ്ദൈനി യാ റസൂലാ അക്ഹലുൽ ഐനൈനി നബീനാ അജ്മലുൽ ഖദ്ദൈനി യാ റസൂലാ അഴകതിലോ സമമില്ല തിരുനബി അഴകതിരില്ല അഴകതിലോ സമമില്ല തിരുനബി അഴകതിരില്ല തിരുനബിയോട് സലാമും ചൊല്ലി തിരുനബിയോട് സലാമും ചൊല്ലി അരികെ വരുന്നു ഹജറും മദിനബിയോരുടെ വിളിയും കേട്ട മടികൂടാതെ ഷജറും തിരുനബിയോട് സലാമും ചൊല്ലി അരികെ വരുന്നു ഹജറും മദിനബിയോരുടെ വിളിയും കേട്ട മടികൂടാതെ ഷജറും തിരുമദ്ഹെഴുതിയ കവികൾ തീർന്നതുമില്ല നബിപ്പുകൾ തിരുപ്പുകൾ എഴുതിയ കഥകൾ തീരുകയില്ല നബിപ്പുകൾ അക്ഹലുൽ ഐനൈനി നബീനാ അജ്മലുൽ ഖദ്ദൈനി യാ റസൂലാ അക്ഹലുൽ ഐനൈനി നബീനാ അജ്മലുൽ ഖദ്ദൈനി യാ റസൂലാ അഴകതിലോ സമമില്ല തിരുനബി അഴകതിരില്ല അഴകതിലോ സമമില്ല തിരുനബി അഴകതിരില്ല ആമിന ബീവി കാറ്റിൽ പിറന്നു അല്ലമിനായി വളർന്നു ആരിലും ആശ്രയമായി ഹാദി അഗതികളിൽ തണലായി ആമിന ബീവി കാറ്റിൽ പിറന്നു അല്ലമിനായി വളർന്നു ആരിലും ആശ്രയമായി ഹാദി അഗതികളിൽ തണലായി ആമിന ബീവി കാറ്റിൽ പിറന്നു ആമിന ബീവി കാറ്റിൽ പിറന്നു അല്ലാമിനായി വളർന്നു ആരിലും ആശ്രയമായി ഹാദി അഗതികളിൽ തണലായി അശരണരും ആ മധുവെ തേടി അസുലഭമായി മാറി വഅഹ്സനു മിൻക അക്മലു മിൻക ലം തറഖതൂനി അജ്മലു മിൻക അത്യബു മിൻക ലം തലിദിൻ നിസാഉ വഅഹ്സനു മിൻക അക്മലു മിൻക ലം തറഖതൂനി അജ്മലു മിൻക അത്യബു മിൻക ലം തലിദിൻ നിസാഉ അസ്തമയം ആർക്കരെ നോക്കി അസ്തമയം ആർക്കരെ നോക്കി തിരുനബിയോട് ഭവിച്ചാൽ അതിരുകളില്ല സുമമിൻ ഭംഗി ഉയരമിലല്ലോ ഹസന അസ്തമയം ആർക്കരെ നോക്കിയ അസ്തമയം ആർക്കരെ നോക്കി തിരുനബിയോട് ഭവിച്ചാൽ അതിരുകളില്ല സുമമിൻ ഭംഗി ഉയരമിലല്ലോ ഹസന തിരുമദ്ഹെഴുതിയ കവികൾ തീർന്നതുമില്ല നബിപ്പുകൾ തിരുപ്പുകൾ എഴുതിയ കഥകൾ തീരുകയില്ല നബിപ്പുകൾ അക്ഹലുൽ ഐനൈനി നബീനാ അജ്മലുൽ ഖദ്ദൈനി യാ റസൂലാ അക്ഹലുൽ ഐനൈനി നബീനാ അജ്മലുൽ ഖദ്ദൈനി യാ റസൂലാ അഴകതിലോ സമമില്ല തിരുനബി അഴകതിരില്ല അഴകതിലോ സമമില്ല തിരുനബി അഴകതിരില്ല താരകമായിരം പിന്നിലുതി ചെന്നാലും
ആ മുഖകാന്തിയോ ഭംഗില്ല ഒരു നാളും താരകമായിരം പിന്നിലുതി ചെന്നാലും ആ മുഖകാന്തിയോ ഭംഗില്ല ഒരു നാളും അഴകതിരോ സമമില്ല തിരുനബി അഴകതിരില്ല അഴകതിലോ സമമില്ല തിരുനബി അഴകതിരില്ല അഴകതിലോ സമമില്ല തിരുനബി അഴകതിരില്ല. മക്കയിൽ നിന്ന് ശത്രുക്കളുടെ ശല്യം സഹിക്കാൻ വയ്യാതെ ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹ അനുയായികൾ മദീനയിലെ പ്രസിദ്ധ തറവാട്ടുകാരായ ബനൂ നജ്ജാറിലെ ചെറിയ കുട്ടികൾ വന്ന് അള്ളാന്റെ ഹബീബിനെയും സഹ അനുയായികളെയും ബനൂ നജ്ജാറിലെ ചെറിയ കുട്ടികൾ ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും സഹ അനുയായികളെയും അവര് ദഫുമുട്ടി സ്വീകരിച്ചാനയിച്ചു. ഈ സ്വീകരണ ഘോഷയാത്രയിൽ അവരെന്ന് പാടിയിരുന്നത് سنيات الوداع طلع البدر علينا طلع البدر علينا طلع البدر علينا طلع البدر علينا. കോഡിന്റെ വിഷയമുണ്ടോ? പിന്നെന്താ ഇതിങ്ങ് വരുന്നുണ്ടല്ലോ. ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കിക്കളെ നിങ്ങള്. ഇതിൽ നിന്ന് വിസിലിരുന്ന ഇതിൽ മാക്സിമം കൂട്ടിക്കൊടുത്ത് هلا 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 തലഅൽ ബദർ കൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് നമുക്ക് തുടക്കം കുറിക്കാം. അതിന്റെ തുടക്കം എന്നോണം ആദ്യത്തെ വരി ഞങ്ങൾ പാടുന്നു, അത് നിങ്ങൾ ഏറ്റു ചെല്ലുന്നു. അങ്ങനെ ഇൻഷാ അല്ലാഹ് അവിടെ നിന്ന് അങ്ങോട്ടുള്ള ബാക്കി എല്ലാ വരികളും ഞങ്ങള് പാടിക്കോളാം. അല്ലാഹു തആല റാഹത്താക്കുമാറാവട്ടെ. നിങ്ങൾ തലഅൽ ബദർ ചെല്ലുന്നതിന്റെ ഇടയിൽ ദഫിന്റെ ടീം അതുവഴിയാണ് കടന്നു വരിക. സെന്ററിൽ ഒന്ന് ഒരു ഒഴിവാക്കി കൊടുത്താൽ മതി. ഒറ്റ ചെയർ ഒഴിവാക്കിയാൽ ഒരാൾക്ക് കടന്നു വരാനുള്ള ഒരു ചെയർ നിങ്ങൾ രണ്ട് ഭാഗത്തേക്ക് നിന്ന് ഇരുന്ന ആളുകൾ എഴുന്നേൽക്കണമെന്നില്ല. നിങ്ങളൊന്ന് സഹകരിച്ചാൽ ഒരാൾക്ക് കടന്നു വരാനുള്ള ഒറ്റ വഴി. അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാവട്ടെ, റാഹത്താക്കുമാറാവട്ടെ. മോണിറ്ററിൽ ഇനി വോളിയം കൂട്ടാൻ പറ്റുമോ? ആ കൂട്ടിക്കോളൂ, മാക്സിമം കൂട്ടിക്കോളൂ. ഇവിടെ ശ്രദ്ധിക്കല്ലരും. യാ നബി സലാം അലൈക്കും. രണ്ടാമത്തെ വരിങ്ങൾ ചെല്ലിരിക്കുക. യാ റസൂൽ സലാം അലൈക്കും. ഒരിക്കൽ കൂടി പഴയ ട്യൂണില് യാ നബി സലാം അലൈക്കും യാ റസൂൽ. ആ തെക്ക് ഇടത് ഭാഗത്ത് നിൽക്കുന്ന ചെറുപ്പക്കാരൊന്നും ചെല്ലിയിട്ടില്ലേ? എല്ലാരും ചെല്ലണോ? ഞങ്ങളൊക്കെ വിദ്യാർത്ഥികളാണ്. ഈ സ്റ്റേജിൽ ഇരിക്കുന്ന ഞങ്ങളൊക്കെ വിദ്യാർത്ഥികളാണ്. ഇയാള് ഹബീബ് M.Com ചെയ്തുകൊണ്ടിരിക്കുന്നു. അടുത്ത മാസം നെറ്റ് ചെയ്താണ്. നെറ്റ് കിട്ടിയ ആള് കോളേജ് അധ്യാപകനായി മാറി. ഷമ്മാസ് B.Com കഴിഞ്ഞു. ഉറുദു അധ്യാപക കോഴ്സും അതോടൊപ്പം കഴിഞ്ഞിരിക്കുന്നു. മുഹമ്മദ് BBA സ്റ്റുഡന്റ് ആണ്.
നിയാസ് IT കഴിഞ്ഞ് ഞങ്ങളൊക്കെ വിദ്യാർത്ഥികളാണ്. ഈ വിനീതനും ഈ വിഷയമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ബീഹാറിലെ അംബേദ്കർ യൂണിവേഴ്സിറ്റിയിൽ PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്റെ ചെറുപ്പക്കാര് മനസ്സിലാക്കേണ്ടത് ഞങ്ങളുടെ വിദ്യാഭ്യാസം ഒരിക്കലും മതകി ചെല്ലാൻ തടസ്സമല്ല. നമുക്ക് ഒന്നിച്ചു ചെല്ലാം. അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാവട്ടെ. ഒരു പരിപാടി കാണാന്നുള്ള നിലക്ക് ആരും ഇരിക്കരുത്. ഇതിന്റെ ഇടയിൽ ചോദ്യങ്ങളുണ്ടാവും. അതിന്റെ ഉത്തരം കൃത്യമായി പറയുന്ന ആളുകൾക്ക് ഞങ്ങൾ അതിന്റെ ക്യാഷ് അവാർഡ് തരും. രാജ്യം മുഴുവനും ഫിനാൻഷ്യൽ ക്രൈസിസിലാണുള്ളത്. അതിന്റെ ക്യാഷ് അവാർഡ് ഞങ്ങൾ തന്നെ നിങ്ങളുടെ കയ്യിലേക്ക് വരും. നാളെ ആരും ബാങ്കിന്റെ മുമ്പിൽ പോയി നിൽക്കേണ്ട ആവശ്യമില്ല. ഇൻഷാ അല്ലാഹ് എല്ലാ ആളുകൾക്കും ഞങ്ങളൊരു കെട്ട് നോട്ട് ആയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. മുമ്പ് പരിപാടിക്ക് വരുമ്പോ എങ്ങനെയാ അറിയോ ഇവിടുന്ന് കാശ് വന്നിട്ട് അങ്ങ് പോയില്ല. അപ്പൊ നേരെ തിരിച്ചാണ്. ഞങ്ങളൊരു കെട്ട് കാശ് കൊണ്ടുവന്നിട്ട് ഇവിടെ വിതരണം ചെയ്യാം. എല്ലാം മാറ്റമുണ്ട്. മുമ്പ് വിളക്ക് ഇങ്ങനെയുള്ള ആണോ ആദ്യകാലത്ത് പഴയ ആളുകൾക്കറിയാം വിളക്ക് കത്തിക്കൽ താഴ്ന്ന് മേലോട്ടായിരുന്നു. ചിമ്മിണി വിളക്ക്. ഇപ്പൊ മേലേന്ന് താഴോട്ടാണുള്ളത്. അമ്മിക്കുട്ടി കൊണ്ട് അമ്മിനരക്കായിരുന്നു. ഇന്ന് നേരെ തിരിച്ചാ. അമ്മി തന്നെ തിരിയുന്ന അവസ്ഥ ഉള്ളത്. ഗ്രൈൻഡർ അല്ലെ, വിശറി എടുത്ത് വീശുന്ന അവസ്ഥയാണെങ്കിൽ ഇന്ന് നേരെ വിശറി സ്വമേധയാ തിരിയുന്ന അവസ്ഥ. ഫാന്. അങ്ങനെ കാലങ്ങൾക്ക് ഒരുപാട് വ്യത്യാസമുണ്ട്. ഇൻഷാ അല്ലാഹ് ഒരു കെട്ട് നോട്ട് ഇവിടെ വിതരണം ചെയ്തിട്ടേ ഞങ്ങൾ പോകുള്ളൂ. നമുക്കൊന്നിച്ച് ചെല്ലാം. യാ നബി സലാം അലൈക്കും യാ റസൂൽ. മാഷാ അല്ലാഹ്. യാ ഹബീബ് സലാം അലൈക്കും അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാവട്ടെ. എന്റെ എല്ലാ ക്ഷീണവും മാറി. ഇനി നമുക്ക് അടിച്ചു പൊളിക്കാം ഇൻഷാ അല്ലാഹ്. ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ +1 +2 പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കുക. ആൺകുട്ടികൾ ഒന്ന് കൈപൊക്കിയ വലിയ ഗുണമായിരുന്നു അവർക്ക് വേണ്ടി. ഇൻഷാ അല്ലാഹ് തുടക്കത്തിൽ ഒരു ദുആ, ഒടുക്കത്തിൽ ഒരു ദുആ. ഒന്ന് എഴുന്നേറ്റ് നിന്നാൽ കുറച്ചുകൂടി സൗകര്യമായിരുന്നു. ആ തൊപ്പിട്ട മോന് ഇന്നത്തെ ഈ പരിപാടി ഈ കുഞ്ഞു മോനാണ് ഇവിടെ തുടക്കം കുറിക്കുന്നത്. അല്ലാഹു തആല റാഹത്താക്കുമാറാവട്ടെ. ആള് +1 ആണോ? നവംബർ. വേഗം വാ. അല്ലാഹു തആല റാഹത്താക്കുമാറാവട്ടെ. കബൂൽ ചെയ്യുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ്. പേര് പറയും. ഷഹസാദ്. മാഷാ അല്ലാഹ്. +1 ഏതെടുത്ത? സയൻസ് ആണോ, കൊമേഴ്സ് ആണോ, ഹ്യൂമാനിറ്റീസ് ആണോ? ഹ്യൂമാനിറ്റീസ്. ജേർണലിസ്റ്റ് ഉണ്ടോ? സൈക്കോളജി. മാഷാ അല്ലാഹ്. ഇംഗ്ലീഷ് മീഡിയം ആണോ മലയാളം മീഡിയം ആണോ പഠിച്ചത്? മലയാളം മീഡിയം. ഇംഗ്ലീഷ് അറിയോ? അറിയില്ലേ? ശരി, ഒക്കെ മലയാളത്തിൽ തന്നെ. എന്നാ പിന്നെ മലയാളത്തിൽ ഇപ്പൊ രാവിലെ ഉമ്മാനോട് ഫാനിന്റെ സ്വിച്ച് ഓഫ് ആക്കുന്ന എങ്ങനെ ഇപ്പൊ മലയാളത്തിൽ പറയാം? ഫാനിന്റെ സ്വിച്ച് ഓഫ് ആക്കുന്ന മുമ്പ് ഉമ്മാനോട് പറയാ. ഉമ്മ ഫാൻ ഓഫ് ആക്കുന്ന ഫാന് ഇംഗ്ലീഷാണ്, ഓഫ് ആക്കുക എന്നുള്ളത് ഇംഗ്ലീഷാണ്, സ്വിച്ച് എന്നുള്ളത് ഇംഗ്ലീഷാണ്. അപ്പൊ ഇയാൾ ഇംഗ്ലീഷ് പറയലുണ്ട്. രാവിലെ തന്നെ ഉമ്മാനോട് പറയേണ്ടി വരും, ഉമ്മ വൈദ്യുതി ആഗമന നിർഗമന യന്ത്രം തൊടു പങ്ക നിന്ന് കൊള്ളട്ടെ എന്നൊക്കെ പറയേണ്ടി വരും. നാവ് ഉളുക്കിപ്പോവും അല്ലേ? ഏതാവട്ടെ ഷർഷാദ് മലയാളം മീഡിയത്തിലാണ് പഠിച്ചല്ലേ? പക്ഷെ ഇരിക്കുന്ന ആളുകളൊക്കെ ഇംഗ്ലീഷ് അറിയുന്ന ആളുകളാണ്. നാം ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത്, ആദരിക്കേണ്ടത്, ബഹുമാനിക്കേണ്ടത് ഹബീബിന റസൂലുള്ളാഹി. ഇതൊക്കെ ഒന്ന് മാറ്റപ്പ. ഹബീബിന റസൂലുള്ളാഹി. അതും വർക്ക് ചെയ്യുന്നില്ല.
ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലേ? സംശയമില്ലല്ലോ കാര്യത്തില്. എങ്കിൽ സർസാദെ സ്നേഹത്തിന് ഇംഗ്ലീഷിൽ എന്തെന്ന് പറയും? ലവ് എന്ന് പറയും. പടച്ചോനെ അയാളില്ലേ ആ മൂവി എടുക്കുന്ന അക്കായിന ഓർ നോക്കിയിട്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് എങ്ങനെ ഇംഗ്ലീഷ് പറയൂ? ആ അത് ശരി, മരുന്നുള്ള ജാതിയാ. ഞാൻ ആദ്യം വിചാരിച്ച് തൊപ്പി കെട്ടി വരുന്നുണ്ട്, ഞാൻ വിചാരിച്ച് സാധു എന്നാ വിചാരിച്ച് അയാളെ കൃത്യമായിട്ടാണ് ഐ ലവ് യു 33 പ്രാവശ്യം പറയുന്ന കൂട്ടത്തിലാ അല്ലേ? ഷെർസാദിനെ നോക്കിയിട്ട് ഞാൻ പറഞ്ഞു ഉഹിബ്ബുക, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു, ഇഷ്ടം വെക്കുന്നു. മലയാളത്തിൽ ഞാൻ നിന്നെ പ്രണയിക്കുന്നു എന്നൊക്കെ അർത്ഥം വെക്കാം. ഈ 3 ഭാഷ പോസ്റ്റ്മോർട്ടം ചെയ്തതിന് ശേഷം മാത്രം ബദ്റു ചൊല്ലാം. ആദ്യം നിങ്ങൾ പറഞ്ഞത് ഏതാണ്? ഐ ലവ് യു അല്ലേ? വെർബ് സബ്ജക്ട് ഒബ്ജക്ട് 3 വന്നു അല്ലേ? രണ്ടാമത്തതോ ഉഹിബ്ബുക, ഫെയില് ഫായില്. മൂന്നാമത്തത് മുലാഫിലി എന്ന് പറയണ്ട. ഫെയിലിന് ശേഷം പിന്നെ ചെറുണ്ടാവില്ല, കേറി അടിക്കും. മഫ്ഊല്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ക്രിയ കർത്താവ് കർമ്മം. നോക്ക് നിങ്ങൾ സ്നേഹത്തിന്, പ്രേമത്തിന്, പ്രണയത്തിന് അറബി പറയുന്ന പദം എന്നുള്ളതാണ്. ഒരാളെ എങ്ങനെ സ്നേഹിക്കണമെന്ന് കൃത്യമായിട്ട് ആ പദം പഠിപ്പിക്കുന്നുണ്ട്. ഹുബ്ബി എന്ന പദത്തിലെ ഹുബ്ബുർ റസൂൽ, ഇതൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് പ്രയോഗിക്കുന്ന പദമാണ്. അതിലെ ഹായിന്റെ പ്രൊനൗൺസിയേഷൻ, ഹായിന്റെ ഉച്ചാരണം, ഹായിന്റെ മഖ്റജ്. ഇവിടെ നോക്ക്. അത് ബുക്ക് ഈ പേടിക്കുന്ന കുത്രാത്തി വർത്താൻ പോകല്ല. ഈ ഭാഗത്ത് നിന്ന് ഹാഗ് വരുന്നത് നല്ലോണം പറയൂ, ദേഷ്യം പിടിച്ച് പറഞ്ഞത്. നോക്കണേ എന്റെ സഹോദരന്മാര് നോക്കണം. ഹുബ്ബിലെ ഹാ ആണ് ഇപ്പൊ നമ്മൾ കണ്ടെത്തിയത്. ബാ വരുന്നതോ 2 ചുണ്ടിന്റെ ഇടയിൽ കൂടിയാണ് ബാ വരുന്നത്. അതെന്താ ഇത്? ഒന്ന് ഉള്ളിന്ന് വരുന്നത്, മറ്റേത് പുറത്തുനിന്ന് വരുന്നത്. അതേ സഹോദരന്മാരെ, ഹുബ്ബിന് പ്രേമം, പ്രണയം, സ്നേഹം എന്നെല്ലാം അർത്ഥമുണ്ടെങ്കിൽ ആ സ്നേഹം തുടങ്ങേണ്ടത് ഹൃദയാന്തർഭാഗങ്ങളിൽ നിന്ന് തുടങ്ങി അത് അതരങ്ങളിലൂടെ, ചുണ്ടിലൂടെ ഉരുവിടുമ്പോഴാണ് സ്നേഹത്തിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് എത്തിച്ചേരുകയുള്ളൂ. തന്റെ മാതാപിതാക്കളെക്കാളും സന്താനങ്ങളെക്കാളും ലോകത്തുള്ള സർവ്വരെക്കാളും എന്നെ സ്നേഹിക്കുന്നത് വരെ, എന്നെ പ്രിയം വെക്കുന്നത് വരെ, എന്നെ പ്രണയിക്കുന്നത് വരെ നിങ്ങളുടെ ഒരാളുടെ വിശ്വാസം പരിപൂർണമാകുകയില്ല. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പദം തന്നെ എങ്ങനെ പഠിപ്പിക്കുന്നുണ്ട് സ്നേഹിക്കണം എന്നുള്ളത്. അല്ലാഹു തആല റാഹത്താക്കി തിരുമാറാവട്ടെ. ആ കന്നിമൂലക്ക് പോയിരുന്നു, ഞാൻ ഇടയ്ക്ക് വിളിക്കും ഇൻഷാ അല്ലാഹ്. നമുക്ക് നന്നായിട്ട് അൽ ബദ്റു അലൈന മിൻ സനിയാത്തിൽ വദാ വജബ ശുക്റു അലൈന മാ ദആ ലില്ലാഹി ദാ ചെല്ലാം. മനസ്സറിഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബിനെ ഇഷ്ക് വെക്കാം. طلع البدر علينا من ثنيات الوداع وجب شكر علينا ما دعا لله داعي محمد طلع البدر علينا من ثنيات الوداع الله شكر علينا ما دعا لله داعي محمد أيها المبعوث فينا جئت بالحمد المطاع شرفت المدينة مرحبا يا خير داعي محمد طلع البدر علينا من ثنيات الوداع الله جاب شكر علينا ما دعا لله داعي محمد
محمد مرحبا يا خير داعي محمد مرحبا يا خير داعي مرحبا يا نور عيني مرحبا جد الحسيني مرحبا أهلا وسهلا يا رسول الله مرحبا يا خير داعي يا حبيب الله مرحبا يا نور عيني مرحبا جد حسيني مرحبا أهلا وسهلا يا رسول الله مرحبا يا خير داعي يا حبيب الله بين كتفيه علامة خاتمه رسل كراما في ربيع قد أتانا يا رسول الله المظلل بالغمامة يا حبيب الله مرحبا يا نور عيني مرحبا جد الحسيني مرحبا أهلا وسهلا يا رسول الله مرحبا يا خير داعي يا حبيب الله مرحبا يا خير داعي يا حبيب الله مرحبا يا خير داعي يا رسول الله يا رسول الله يا حبيب الله يا رسول الله يا حبيب الله طلع البدر علينا من ثنيات الوداع طلع البدر علينا من ثنيات الوداع واجب شكره علينا ما دعا لله داعي يا رسول الله يا حبيب الله يا رسول الله يا حبيب الله أشرق النور المبين مستنيرا في الشباع أشرق النور المبين مستنيرا في الشباع والضياء المستبين في انخفاض وارتفاع يا رسول الله يا حبيب الله يا رسول الله يا حبيب الله يا رسول الله يا حبيب الله പ്രവാചക പ്രകീർത്തനം തുടരുന്നു. വേദിയിലുടൻ ദഫിന്റെ തനത് രൂപം അരങ്ങേറുകയെ അഥവാ ഷെയ്ഖ് അഹമ്മദ് അൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു തആല അസ്റഹുൽ അദീ തങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ദഫ് അരങ്ങേറുന്നതിന് മുമ്പായിട്ട് 2 ഇശല് നമുക്ക് ആസ്വദിക്കാം. പ്രവാചക പ്രകീർത്തനങ്ങൾ തുടരുന്നു. ഷമ്മാസ് ഷമ്മാസ് ഷമ്മാസ്. അതിനു മുമ്പ് ഒരു ചോദ്യം ഉത്തരം അറിയുന്ന ആളുകൾ വിളിച്ചു പറയരുത്, കൈപൊക്കിയാ മതി. ഇവിടെ ഏത് മൗലൂദ സ്ഥിരമായിട്ട് ഓതല്? റബീ ലെവല് മങ്കൂസ് മൗലൂദ്. നമ്മുടെ നാടുകളില് റബീ ലെവൽ മാസങ്ങളിലും വിശിഷ്ട ദിവസങ്ങളിലും പാരായണം ചെയ്തു വരാറുള്ള ഒരു മൗലിദാണ് മങ്കൂസ് മൗലിദ്. മങ്കൂസ് മൗലിദിന്റെ രചന നിർവഹിച്ചത് ആരാണ് മങ്കൂസ് മൗലിദിന്റെ രചയിതാവ് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം അറിയുന്ന ആളുകൾക്ക് ഷമ്മാസിന്റെ ഇശലിന് ശേഷം കൈപൊക്കാവുന്നതാണ്. വിളിക്കുന്ന ആളുകൾക്ക് ഇവിടെ വന്ന് പറയാം. ക്യാഷ് അവാർഡ് സ്വീകരിക്കാം. اللهم صل على سيدنا محمد اللهم
صلي على سيدنا محمد اللهم صل على سيدنا محمد اللهم صل على سيدنا محمد അഴകോട് തന്നെ മദീനയിലമ്പിയ രാജറസൂലല്ലേ അജബോടെ ലോകര സൽവഴി കാട്ടിയ ത്വാഹ റസൂലല്ലേ അഴകോട് തന്നെ മദീനയിലമ്പിയ രാജറസൂലല്ലേ അജബോടെ ലോകര സൽവഴി കാട്ടിയ ത്വാഹ റസൂലല്ലേ അജബുകൾ കാട്ടി തന്നവർ അഹദിന്റെ ദൂതർ സയ്യിദരെ കതിരൊളി മിന്നും ആ വജ്ഹ് അമറിന്റെ ചേലിൽ ആ മലരെ അജബുകൾ കാട്ടി തന്നവർ അഹദിന്റെ ദൂതർ സയ്യിദരെ കതിരൊളി മിന്നും ആ വജ്ഹ് അമറിന്റെ ചേലിൽ ആ മലരെ സയ്യിദുൽ ബശർ اللهم صل على سيدنا محمد اللهم صل على سيدنا محمد കാരുണ്യക്കടലിന്റെ സുഗന്ധം നല്ലേ മിസ്കിന്റെ സുഖമുള്ള മണം വീശുന്നേ കാരുണ്യക്കടലിന്റെ സുഗന്ധം നല്ലേ മിസ്കിന്റെ സുഖമുള്ള മണം വീശുന്നേ ആലങ്ങൾ കദീബന്റെ തിരുനൂറല്ലേ അഹ്മദ് മുറിത്തല നബിയോരല്ലേ ആലങ്ങൾ കദീബന്റെ തിരുനൂറല്ലേ അഹ്മദ് മുറിത്തല നബിയോരല്ലേ കലിമ പൊലിമയിലായിസ്മ അലിവിന്റെ കാരുണ്യക്കടല് കതിരൊളി മിന്നും ആ വജ്ഹ് അമറിന്റെ ചേലിൽ ആ മലരെ കലിമ പൊലിമയിലായിസ്മ അലിവിന്റെ കാരുണ്യക്കടല് കതിരൊളി മിന്നും ആ വജ്ഹ് അമറിന്റെ ചേലിൽ ആ മലരെ സയ്യിദുൽ ബശർ اللهم صل على سيدنا محمد اللهم صل على سيدنا محمد فكر رسلا فضلا وغلا فكر رسلا فضلا وغلا أهدى السبلا لدلالته اللهم صل على سيدنا محمد اللهم صل على سيدنا പ്രവാചക പ്രകീർത്തനങ്ങൾ തുടരുന്നു. ഹബീബ് പ്രകീർത്തിക്കുന്നു. ഹബീബിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അതിനു മുമ്പ് നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം അറിയുന്ന ആർക്കും കൈപൊക്കാവുന്നതാണ്. അവിടെ ഇരിക്കുക. ഇരുന്നിട്ട് കൈപൊക്കിയാൽ മാത്രം മതി. വിളിക്കുന്ന ആളുകൾ മാത്രം സ്റ്റേജിലേക്ക് കടന്നു വന്നാ മതി. മങ്കൂസ് മൗലിദിന്റെ രചന നിർവഹിച്ചത് ആര് എന്നുള്ളതാണ്. അയാൾ വരിക. നീല ഷർട്ടിട്ടുള്ള അയാള് വിളിക്കുന്ന ആളുകൾ മാത്രം സ്റ്റേജിലേക്ക് വരും. വിളിക്കുന്ന ആളുകൾ മാത്രം സ്റ്റേജിലേക്ക്
മോന്റെ പേര് പറയും മുഹമ്മദ് ഷഹീർ. ഷഹീർ. മാഷാ അല്ലാഹ്. പഠിക്കണോ 9ാം ക്ലാസ്. എവിടെ പേരോട് അമ്മയും പേരുടെ സ്കൂളില് പഠിക്കുന്ന 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഷഹീർ അല്ലെ? ഷഹീറാണ് ഉത്തരം പറയാൻ വേണ്ടി വന്നത്. മങ്കൂസ് മൗലൂദിന്റെ രചന നിർവഹിച്ചത് മോയിൻകുട്ടി വൈദ്യരല്ലേ? ആണോ? അല്ല. പിന്നാരാ? എന്താ ഓപ്പറേറ്ററായിട്ട് എന്തെങ്കിലും അടച്ചുണ്ടോ? സൈനുദ്ദീൻ മഖദൂം കബീർ പന്നാനി. മാഷാ അല്ലാഹ്. ഷെയ്ഖ് സൈനുദ്ദീൻ മഖദൂം തങ്ങളെന്നാണ് പറഞ്ഞത്. ഉത്തരം ശരിയാണ്. എല്ലാവരും ഷഹീറിന് വേണ്ടി ഒന്ന് തക്ബീറോടുകൂടി കൈപൊക്കാം. അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ. തക്ബീർ. എന്താ ഭാഗത്തുള്ള ആൾക്കാർ നിങ്ങളോടൊന്ന് ദേഷ്യമുണ്ടോ? എല്ലാവരും ഞാൻ ജനിച്ചിട്ട് ആദ്യമായിട്ട് ഇയാളെ ഞാൻ കാണാം. മോനിക്ക് വേണ്ടി ഉത്തരം പറഞ്ഞ മോനിക്ക് വേണ്ടി ഒന്ന് അഭിനന്ദിക്കാൻ പറ്റൂലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ കൈപൊക്കാം എല്ലാവർക്കും. ചെയ്യതൊക്കെ നിങ്ങൾ ആരാധകരാട്ടോ. അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ്. ആദ്യത്തെ അവാർഡ് അല്ലേ? സാനല്ലേ? നീ ചിരിക്കേണ്ട ഒക്കെ പുതിയ നോട്ട് തന്നെ, പഴയ നോട്ടെന്നുള്ള രീതിയിലാണ് ചിരിക്കുന്നത്. ആദ്യത്തെ പാട് ഉസ്താദ് അവർകൾ. ഇൻഷാ അല്ലാഹ്. ബാക്കിയൊക്കെ ഞങ്ങൾ കൊടുത്തോളാം. ബിസ്മില്ലാ. إن بيتا أنت ساكنه ليس محتاجا إلى السرج صل رب العالمين على سيد الكونين والسرج أنبياء كالراج سيدر على ما പുകയ്ത്തും തിരുദൂതരെ അന്ത്യനാളി ശഫാഅത്തുടയവരെ അതിയോന്റെ ഹബീബായി വന്നവരെ ഇന്ന ബൈതൻ അന്ത സാകിനഹു ലൈസ മുഹ്താജൻ ഇലാ സുറുജി സല്ലി റബ്ബൽ ആലമീന അലാ സയ്യിദിൽ കൗനൈനി വസുറുജി. ഇപ്പൊ ആള് മുഖമൊക്കെ മാറിയിട്ടുണ്ട്. കവർ കിട്ടിയതിന്റെ ശേഷം മുഖത്തൊരു തെളിച്ചു വന്നു. ശരിക്കും നോക്കുകള്. അതുവരെ എന്നെ കൊള്ള വന്നത് ഇങ്ങനെ എന്ന് ഞാൻ കാണിച്ചു തരാന്നുള്ള രീതിയിലാണ് വന്നത്. എന്റെ ഏതൊരു ചിരി കണ്ടില്ലേ? കവർ കിട്ടിയ ചിരി. ആ കൈ തന്ന മൈക്കോടിച്ചു പോയിക്കോട്ടെ. ഇൻഷാ അല്ലാഹ് കബൂലാക്കുമാറാവട്ടെ. ലാസ്റ്റ് സലാത്തിൽ നിന്ന് ഇറങ്ങി തരണേ കേട്ടോ. അതുവരെ എന്റെ കയ്യിൽ നോട്ടെ. ഇൻഷാ അല്ലാഹ്. പ്രവാചക പ്രകീർത്തനങ്ങൾ തുടർന്നു. ഹബീബ് പ്രകീർത്തിക്കുന്ന ഹബീബിനെ റസൂലുള്ളാഹി. ഹബീബിന്റെ ഇശ്വലിന് ശേഷം നിങ്ങൾക്ക് ഒരു ഉത്തരം കണ്ടെത്താം. മാപ്പിളപ്പാട്ട് സാഹിത്യ ശാഖയിൽ കണ്ടുകിട്ടിയ കൃതിയിൽ നിന്ന് ആദ്യത്തത് തുഞ്ചത്തെഴുത്തച്ഛൻ അധ്യാത്മ രാമായണം രചിക്കുന്നതിന്റെ 5 വർഷങ്ങൾക്ക് മുമ്പ് അതിന്റെ രചന നിർവഹിക്കപ്പെട്ടിട്ടുണ്ട്. എങ്കിൽ മുഹ്യിദ്ദീൻ മാലയുടെ രചയിതാവ് ആര് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം അറിയുന്ന ആളുകൾക്ക് ഹബീബിന്റെ ഇശലിന് ശേഷം കൈപൊക്കാം. ഇവിടെ വന്ന് പറയാം. കേശവാട് സ്വീകരിക്കാം. മാസ്റ്റർ മദനി മലരാദര സുന്ദര ത്വാഹാവേ സലാം മാനവാ മനദാരിലെ മഹിമ രാജരേ സലാം മഹനീയ മനോ ഇത ചന്ദ്ര ജേതാവേ സലാം മാനസ മധുരാ ഒളി പൊലിമ താജരേ സലാം മദനി മലരാദർ സുന്ദര ത്വാഹാവേ സലാം മാനവ മനദാരിലെ മഹിമ രാജരേ സലാം മഹനീയ മനോ ഇത ചന്ദ്ര ജേതാവേ സലാം മാനസ മധുരാ ഒളി പൊലിമ
രാജരേ സലാം അവരംബിയവും വരം ഭവന്റെ സ്നേഹ പൊന്നിധി അമ്പിളി കതിരിമ്പമുള്ള മുമ്പരാം നബി അമ്പിളി കതിരിമ്പമുള്ള മുമ്പരാം നബി മദനി മലരാദരാ ആലമീനനുരാഗമലരെ ആദിവാനോരിന്നൊളിവേ ആതിര കതിരായ പുലരെ ആദമിനു മഹദാമികവേ ആഗമിൽ അഖിലാണ്ട ലോകം വാഴ്ത്തിയ ജഗനായകനെ ആഗമനമതിലേറെ അജബുകൾ ആലമിൽ പണിതാമലരെ ആദികൾ അകതാരിലെയുകിൽ ആത്തടൽ തളിരായവരെ ഒളികത്തും മക്കത്തൂരിത്തുള്ള മുത്തറസൂലുള്ള ഒരു സത്യത്തിൽ തുവരത്തിയ നിത്യനിലാവില്ല ഒളികത്തും മക്കത്തൂരിത്തുള്ള മുത്തറസൂലുള്ള ഒരു സത്യത്തിൽ തുവരത്തിയ നിത്യനിലാവില്ല ആഹാ നിത്യനിലാവില്ല മദനി മലരാ സുന്ദരാ ത്വാഹാവേ സലാം മാനവ മനദാരിലെ മഹിമ രാജരേ സലാം മഹനീയ മനോഹിത ചന്ദിര ജേതാവേ സലാം മാനസ മധുരാവളി പൊലിമ താജരേ സലാം മദനി മലരാദരാ ആലമീനനുരാഗമലരെ ആദിമാനൂരിന്നൊളിവേ ആതിര കതിരായ പുലരെ ആദമിനു മഹദാമികവേ സാഗരം സ്വരരാഗലയനമിൽ വാഴ്ത്തിയ ശുഭനായകരെ സാദരം സമതോരും സ്വാഗതം വാഴ്ത്തിയ മദനി മലരെ സാന്ത്വനം സഗരോരിരരുളിയ സാഹിബുൽ മിഹ്റാജവരെ ഒളികത്തും മക്കത്തൂരിത്തുള്ള മുത്തുറസൂലല്ല ഒരു സത്യത്തിൻ തിരുവരത്തിയ നിത്യനിലാവില്ല ഒളികത്തും മക്കത്തൂരിത്തുള്ള മുത്തുറസൂലല്ല ഒരു സത്യത്തിൻ തിരുവിത്തുവരത്തിയ നിത്യനിലാവില്ല ആഹാ നിത്യനിലാവില്ല മദനി മലരാ സുന്ദരാ ത്വാഹാവേ സലാം മാനവ മനദാരിലെ മഹിമ രാജരേ സലാം മഹനീയ മനോഹിത ചന്ദിര ജേതാവേ സലാം മാനസ മധുരാവളി പൊലിമ താജരേ സലാം അവരംബിയവം വരം ഭവന്റെ സ്നേഹ പൊന്നിധി അമ്പിളി കതിരിമ്പമുള്ള മുമ്പരാം നബി അമ്പിളി കതിരിമ്പമുള്ള മുമ്പരാം നബി മദനി മലരാദര സുന്ദര ത്വാഹാവേ സലാം മാനസ മധുരാവളി പൊലിമ താജരേ സലാം മഹനീയ മനോഹിത ചന്ദിര ജേതാവേ സലാം മാനസ മധുരാവളി പൊലിമ താജരേ സലാം മദനി മലരാദരാ
ഷെയ്ഖ് അഹമ്മദുൽ കബീർ റിഫായി തങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ദഫ് വേദിയിലേക്ക് അരങ്ങേറുന്നതിന് മുമ്പായിട്ട് നല്ലൊരു ഗ്രൂപ്പ് സോങ് അഥവാ സ്വർഗീയ സുഖാനുഭൂതികളെ ഇതിവൃത്തമാക്കിക്കൊണ്ടുള്ള നല്ലൊരു ഇശൽ നമുക്ക് കേൾക്കാം. ഷമ്മാസ് ഹബീബ് നിയാസ്. ഇതിന് മുമ്പ് നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൈപൊക്കാവുന്നതാണ്. മുഹിയദ്ദീൻ മാലയുടെ രചയിതാവ് ആര് എന്നുള്ളതാണ് ചോദ്യം. അങ്ങോട്ട് വാ. കുറെ നേരം ഇങ്ങനെ തുള്ളി കളിക്കുന്നുണ്ട്. എന്റെ പേര് ആദ്യം പറയാം. നീ വിളിച്ചു പറയരുത്. ഞാൻ ചോദിക്കുന്നത് ഉത്തരം ശരിയാണെങ്കിലും അതേന്ന് പറഞ്ഞാൽ കേട്ടോ. നമ്മളൊന്നും പറയും. മനസ്സിലായി? മാപ്പിളപ്പാട്ട് എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്ന സ്കൂള്? മദ്രസ 2 ക്ലാസ് അല്ല. മാപ്പിളപ്പാട്ട് സാഹിത്യ ശാഖയിൽ കണ്ടുകിട്ടിയ കൃതി നിന്ന് ആദ്യത്തത് മുഹിയദ്ദീൻ മാലയുടെ രചന നിർവഹിച്ചത് മോയിൻകുട്ടി വൈദ്യർ ആണോ? അല്ലേ? മൈക്കി പറഞ്ഞോളെ. അല്ല, മോയിൻകുട്ടി വൈദ്യരല്ല. അജ്വർ വൈദ്യരല്ല. തങ്ങൾ സഹാബോരും ഈയും നള്ളും അതിർപ്പം എന്താ തനവ് നേടികൂടുവാ ചുഷന്തരി നിമിതിളി പൊളിവായി ബന്ധ പിന്നൊരു ഭുവനിയാക്കി ബന്ധിയുടെ സൈറായി അത്തരുണിന്നും ഹോലൈഫായണ്ടേ തലമില ഫാത്താൻ അവിടം തനുഷിന്ദിമോ തിരുമുളർത്തിടുവാ. വൈദ്യരല്ല എന്നാണ് അജ്വർ പറഞ്ഞത്. ഖിലാഫത്തിന്റെ കാലത്ത് അന്തമാനിലേക്ക് ജയിലിലേക്ക് കടത്തിയ നാട് കടത്തി അവിടെ ജയിലടക്കപ്പെട്ട ഒരു കവി ഉണ്ടായിരുന്നു. ഓർമ്മണ്ടോ? കാടായിക്കൽ മുഹിയദ്ദീൻ കുട്ടിയാഞ്ചി എന്ന ആളാണോ മുഹിയദ്ദീൻ മാലയുടെ രചന നിർവഹിച്ചത്? ഇതൊരു നടക്ക് കഴിച്ചിലാവല്ലോ. അതുമല്ല എന്നാ പറയുന്നത്. കാടായിക്കൽ അല്ലേ? എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ കാടായിക്കലെ ആ ജയിലിൽ കിടന്നിട്ട് ഒരു പാട്ടുണ്ടാക്കിയത് ഓർമ്മണ്ടോ? എനിക്ക് കുതുബീങ്ങളെ തേട്ടമതുക്കി നബിയെ കബുലാക്കി പദപട പൊരുതിട മുന്നണി സൂത്രം ചതുർപ്പുറമിലെ സഹബുകൾ അണിനേത്രം ഗുരുടെ പൂജകളുടെ പടകുടുമേത്രം അങ്കിങ്കും ലങ്കും മങ്കും പൊങ്കിങ്കും സംകൃത പരിമള ലങ്കൃതമായി കാണും ജഗത്തിലെ സംകൃതമായി തോന്നും ജഗപ്പട ഷഹീദുകളെ പോന്നും പിറന്നവർ തമ്പുകൾ തമ്പര തരികിണ തകൃതിമതാത്തിമത്തോണ കുതുബുശ്വതാക്കളിലും ബന്ധാർ പതറിൽ പടവെട്ടി ജയിത്തവർ പോരിഷ കുതുബുശ്വതാക്കളിലും ബന്ധാർ. പാട്ട് കേട്ടുകില്ലല്ലേ? ഭർത്താണെന്ന് വിചാരിച്ചിട്ടുണ്ട്. അതാ മുട്ടാത്ത. ഏതാട്ടെ കാടായിക്കലല്ല. എങ്കിൽ പ്രവാചക പ്രകീർത്തനങ്ങൾ കരിക്കട്ട ഉപയോഗിച്ച് ചുമരുമ്മൽ എഴുതി വെക്കുന്ന ഒരു സ്വഭാവമുള്ള കവി ഉണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ? ഇച്ചമസ്താൻ ആണോ? അല്ലേ? കൈ ചുരുട്ടിന്ന് തരും. സത്യം പറയും. അല്ലേ? ഇച്ചമസ്താനുമല്ല എന്നാ പറഞ്ഞത്. എന്നപ്പോ ഞാൻ 2 പൊട്ടിക്കേണ്ടി വരുന്നതാണ്. ഇച്ചമസ്താൻ ഇത്ര ഒരുപാട് വരികൾ ചെയ്യല്ലേ? തുംഗപിതാനി യാ ശൈഖ് മുഹിയദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി അസ്റാറു റബ്ബാനി യാ മുഹിയദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി യാ ശൈഖ് മുഹിയദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി അസ്റാറു റബ്ബാനി.
എങ്കിൽ OM കരുവാരക്കുണ്ടല്ലേ മൊഹീദ്ദീൻമാലയുടെ രചന നിർവഹിച്ചത്? ആണോ അല്ലേ? OM കരുവാരക്കുണ്ട് എന്ന് പറഞ്ഞ കവിയാണോ? അല്ല. എങ്കിൽ മാപ്പിളപ്പാട്ട് സാഹിത്യ ശാഖയിൽ കണ്ടുകിട്ടിയ കൃതിയിൽ നിന്ന് ആദ്യത്തിന്റെ രചന നിർവഹിച്ചത് കോയ കാപ്പാട്. പിന്നെ ആരാ? ഷെയ്ഖ് അബ്ദുൽ ഹസൻ അഷ്ഹദുൽ എനിക്ക് എന്താ മനസ്സിലാക്കില്ല കേട്ടോ. മോനൊന്നുകൂടിയും പറയും. ഷെയ്ഖ് അബ്ദുൽ ഹസൻ അഷ്ഹദുൽ. ഞാൻ ഒരുപാട് വചന സർഫാക്കിയിട്ടുണ്ട്. വചന ആദ്യ ആ ഉത്തരം ശരിയാണോ വേസുലേറെ? ഞാൻ ചോദിച്ചത് ഇങ്ങോട്ട് മാത്രം നോക്കുക. അടുത്ത കൈപൊക്കിയ ആള് വരട്ടെ. ഇവിടെ ഒരാള് കൈപൊക്കില്ല. ആ വൈറ്റ് ഷർട്ട് ഇട്ടുള്ള ആള് നിങ്ങൾ വരിക. അയാൾ പറഞ്ഞത് ഒരു ഭാഗമാണ്. പക്ഷെ മുഹീദ്ദീൻമാലയുടെ രചന നിർവഹിച്ചത് ആര് എന്നുള്ളത് ഇപ്പം നമുക്കറിയാം. ഇവിടെ നിൽക്ക. ഇനി ആരാ ഉള്ളത്? മുഹീദ്ദീൻമാലയുടെ രചയിതാവ് ആരെന്നുള്ളതാണ് ചോദ്യം. കുഞ്ഞുമോനങ്ങ അല്ല തൊപ്പി വാടക എടുത്ത മൂന്നാമത്തെ ആളാണ് വരുന്നത്. നമുക്ക് നോക്കാം. സംഗതി മനസ്സിലായി. മോന്റെ പേര് പറയും. ആദിൽ അബ്ദുള്ള. ആരാണ്? ഉത്തരം തെറ്റാണ്. അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷെയ്ഖ് അബ്ദുൽ ഹസൻ ഷത്വനോഫി എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ ആ ഉത്തരം ശരിയല്ല. നിങ്ങൾ വരെ നാലാമത്തെ ആള് ഇനി ഇല്ല. ഇനി ഞാൻ ഇവിടുന്ന് പറയും. മുഹീദ്ദീൻമാലയുടെ രചന നിർവഹിച്ചത് ആര് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം പറഞ്ഞാൽ മതി. നിന്റെ പേരേ പറയണ്ട. നീ മലയാളിയാണോ ബംഗാളിയാണോ? ഖാദി മുഹമ്മദ് എന്ന് പറഞ്ഞൂടെ? പള്ളിയിലെ ഗാസിയാരെന്നാ പറയാ? ആണോ? അത്തിരി പരിഷ്കാരം നമുക്ക് ആവശ്യമില്ല. അത് ഉണ്ടാവും. ചില പത്രങ്ങളിലൊക്കെ ഉണ്ടാവും സമദാനിയുടെ റമദാൻ പ്രഭാഷണം. നമ്മളത് അനുകരിക്കേണ്ട ആവശ്യം. നമുക്ക് സമദാനിയുടെ റമദാൻ പ്രഭാഷണം തന്നെ പറയാം. ഖാദി മുഹമ്മദ്. ഉത്തരം ശരിയാണ്. അഷ്കറിന് വേണ്ടി എല്ലാവരും കൈപൊക്കാം. തക്ബീർ. അല്ലാഹ്. ഖാദി മുഹമ്മദ് തങ്ങള് മുഹീദ്ദീൻമാല രചിക്കാൻ വേണ്ടി റഫർ ചെയ്ത കിതാബ് ബഹ്ജത്തുൽ അസ്റാർ. അതിന്റെ മുസന്നിഫാണ്, അതിന്റെ രചയിതാവാണ് ഷെയ്ഖ് നൂറുദ്ദീൻ ശത്നോഫി തങ്ങള്. ഖാദി മുഹമ്മദ് തങ്ങൾ മുഹീദ്ദീൻമാല രചിക്കാൻ വേണ്ടി റഫർ ചെയ്ത കിതാബ് ബഹ്ജത്തുൽ അസ്റാറിന്റെ മുസന്നിഫാണ്. രണ്ട് കിതാബുകളാണ് ഖാദി മുഹമ്മദ് തങ്ങള് മുഹീദ്ദീൻമാല രചിക്കാൻ വേണ്ടി റഫർ ചെയ്ത്. അതിൽ ഒന്ന് ബഹ്ജിയും രണ്ടാമത്തത് ഇമാം അബ്ദുല്ലാഹി യാഫി തങ്ങളുടെ തെക്കിമില എന്ന കിതാബാണ്. ഓക്കെ. ഖാദി മുഹമ്മദ് എന്ന ആള് ജീവിച്ചിരിപ്പുള്ള ആളാണോ മരിച്ചുപോയ ആളാണോ? മൈക്ക് പറയാം. മരിച്ചുപോയ ആളാണ്. കേരളക്കാരനാണോ? കേരളത്തിന് പുറത്തുള്ള ആളാണോ? എങ്കിൽ അദ്ദേഹത്തിന്റെ ഖബർ എവിടെ? കേരളത്തിന് പുറത്ത് ഇടുക്കിയിലാണോ? എവിടെയാണോ? അറിയില്ല. കാപ്പാട് അറിയില്ല. കോഴിക്കോട്ടെ തോരാനിൽ പിറന്നോവർ കൊമായിതൊക്കെയോ നോക്കിയിടും പോവർ. അവർ ചെന്ന ബൈത്തീനോ ബഹ്ജാക്കിതാബീനോ അങ്ങീനെ തക്മീല തന്നിന്നും കണ്ടോവർ. മോനോട് ആരാ ഈ ഉത്തരം പറഞ്ഞത്? ഇങ്ങോട്ടോ ആരെയും പറഞ്ഞത്?
ആദില് ബോംബാക്കി വിട്ടതാണ്. പക്ഷെ ആദിലും പെട്ട് ആദിൽ വിചാരിച്ച് ഞാൻ ഇതിൽ രക്ഷപ്പെട്ടു വിചാരിച്ച ഏതാവട്ടെ കബർ കിടക്ക് ഇവര് ആദിൽ എഴുതുന്ന ഒരു ശത്നോഫി എന്ന് കേട്ടിക്ക്. അപ്പൊ മൊഹിയുദ്ദീൻ മാല ഒക്കെ ബന്ധപ്പെടുത്തി ഏതായാലും ശത്നോഫി എന്ന് പറയാം. പണ്ടാരത്തിന്റെ ശറങ്ങ നീങ്ങല്ലോ വിചാരിച്ച്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആദിൽ നീങ്ങുവാ നിങ്ങൾ മൂന്നാളും കൂടിയിട്ട് അസ്കർക്കാർക്ക് സമ്മാനം കൊടുക്കും. ബിസ്മില്ലാ മൂന്നാളെ അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാവട്ടെ. നാളത്തെ ഉയർന്ന പോസ്റ്റിലിരിക്കേണ്ട ആളുകളാണ്, നമുക്ക് ഇകഴ്ത്താൻ പറ്റൂല. അല്ലാഹു തആല റാഹത്താക്കി തീർമാറാട്ടെ. അടുത്തൊരു ഗ്രൂപ്പ് സോങ്ങിന് ശേഷം ഇൻഷാ അല്ലാഹ് വേദിയിൽ ദഫ്മുട്ട് അരങ്ങേറുകയായി. വല്ലാഹു യദൂ ഇലാ ജന്നാത്തിലേക്കു നായകൻ വിളിക്കുന്നു സോദരേ, ജന്നാത്തിലേക്കു നായകൻ വിളിക്കുന്നു സോദരേ. ചെന്നെത്തിയാൽ പിന്നീടു മരണമില്ല സ്നേഹരേ, ചെന്നെത്തിയാൽ പിന്നീടു മരണമില്ല സ്നേഹരേ. തീരാത്ത സൗഖ്യമേറിടും അനന്തനാൾ വരെ, തീരാത്ത സൗഖ്യമേറിടും അനന്തനാൾ വരെ, തീരാത്ത സൗഖ്യമേറിടും അനന്തനാൾ വരെ, തീരാത്ത സൗഖ്യമേറിടും അനന്തനാൾ വരെ. വാടാത്ത പൂവനം ഫിർദൗസിലാണ് കൂട്ടരേ, ജന്നാത്തിലേക്കു നായകൻ വിളിക്കുന്നു സോദരേ. ചെന്നെത്തിയാൽ പിന്നീടു മരണമില്ല സ്നേഹരേ, ജന്നാത്തിലേക്കു നായകൻ വിളിക്കുന്നു സോദരേ. ചെന്നെത്തിയാൽ പിന്നീടു മരണമില്ല സ്നേഹരേ. തേനാറും പാലൊഴുകിടുന്നരുവികളും ഉണ്ട്, തേനാറും പാലൊഴുകിടുന്നരുവികളും ഉണ്ട്. കസ്തൂരിക്കുന്നിൽ ചെന്ന് കൂട്ടമായി കളിയുണ്ട്, കസ്തൂരിക്കുന്നിൽ ചെന്ന് കൂട്ടമായി കളിയുണ്ട്. സന്തോഷമേറ്റിടുവാൻ ഉറുൽ നിസാ വരുന്നു, സന്തോഷമേറ്റിടുവാൻ ഉറുൽ നിസാ വരുന്നു, സന്തോഷമേറ്റിടുവാൻ ഉറുൽ നിസാ വരുന്നു, സന്തോഷമേറ്റിടുവാൻ ഉറുൽ നിസാ വരുന്നു. സ്വർഗം അനന്തമം സുഗന്ധലോകമേ, ജന്നാത്തിലേക്കു നായകൻ വിളിക്കുന്നു സോദരേ. ചെന്നെത്തിയാൽ പിന്നീടു മരണമില്ല സ്നേഹരേ, ജന്നാത്തിലേക്കു നായകൻ വിളിക്കുന്നു സോദരേ. ചെന്നെത്തിയാൽ പിന്നീടു മരണമില്ല സ്നേഹരേ. വാത്സല്യം തോന്നിടുന്ന ബാലകർ കൊണ്ടൊരു പാട്ട്, വാത്സല്യം തൂകിടുന്ന ബാലകർ കൊണ്ടൊരു പാട്ട്. സായുജ്യം പൂണ്ട് നാമിരുന്ന് പോകും അത് കേട്ട്, സായുജ്യം പൂണ്ട് നാമിരുന്ന് പോകും അത് കേട്ട്. തെളിനീരൊഴുകിടുന്നു കിളികൾ പറന്നിടുന്നു, നീരൊഴുകിടുന്നു കിളികൾ പറന്നിടുന്നു, നീരൊഴുകിടുന്നു കിളികൾ പറന്നിടുന്നു, നീരൊഴുകിടുന്നു കിളികൾ പറന്നിടുന്നു. സ്വർഗം അനന്തമം സുഗന്ധലോകമേ, ജന്നാത്തിലേക്കു നായകൻ വിളിക്കുന്നു സോദരേ. ചെന്നെത്തിയാൽ പിന്നീടു മരണമില്ല സ്നേഹരേ, ജന്നാത്തിലേക്കു നായകൻ വിളിക്കുന്നു സോദരേ. ചെന്നെത്തിയാൽ പിന്നീടു മരണമില്ല സ്നേഹരേ. നാഥനൊരുക്കി വച്ചനുഗ്രഹങ്ങൾ ഓർത്തിടുകേ, നാഥനൊരുക്കി വെച്ചനുഗ്രഹങ്ങൾ ഓർത്തിടുകേ. നാം
സുജൂദ് ചെയ്തിടും അവന്റെ മുമ്പിൽ. നിർത്താതെ നാം സുജൂദ് ചെയ്തിടും അവന്റെ മുന്നിൽ. ആയാസമേതുമില്ല, വെയിലും വിയർപ്പുമില്ല. ആയാസമേതുമില്ല, വെയിലും വിയർപ്പുമില്ല. ആയാസമേതുമില്ല, വെയിലും വിയർപ്പുമില്ല. ആയാസമേതുമില്ല, വെയിലും വിയർപ്പുമില്ല. സ്വർഗം അനന്തമാം സുഗന്ധലോകമേ. ജന്നത്തിലേക്കു നായകൻ വിളിക്കുന്നു സോദരേ. ചെന്നെത്തിയാൽ പിന്നീടു മരണമില്ല സ്നേഹരേ. ജന്നത്തിലേക്കു നായകൻ വിളിക്കുന്നു സോദരേ. ചെന്നെത്തിയാൽ പിന്നീടു മരണമില്ല സ്നേഹരേ. തീരാത്ത സൗഖ്യമേറിടും അനന്തനാൾ വരെ. തീരാത്ത സൗഖ്യമേറിടും അനന്തനാൾ വരെ. തീരാത്ത സൗഖ്യമേറിടും അനന്തനാൾ വരെ. തീരാത്ത സൗഖ്യമേറിടും അനന്തനാൾ വരെ. വാടാത്ത പൂവനം ഫിർദൗസിലാണ് കൂട്ടരെ. ജന്നത്തിലേക്കു നായകൻ വിളിക്കുന്നു സോദരേ. ചെന്നെത്തിയാൽ പിന്നീടു മരണമില്ല സ്നേഹരേ. ജന്നത്തിലേക്കു നായകൻ വിളിക്കുന്നു സോദരേ. ചെന്നെത്തിയാൽ പിന്നീടു മരണമില്ല സ്നേഹരേ. ജന്നത്തിലേക്കു നായകൻ വിളിക്കുന്നു സോദരേ. ചെന്നെത്തിയാൽ പിന്നീടു മരണമില്ല സ്നേഹരേ. ജന്നത്തിലേക്കു നായകൻ വിളിക്കുന്നു സോദരേ. ചെന്നെത്തിയാൽ പിന്നീട് മരണമില്ല സ്നേഹരേ. ജന്നത്തിലേക്കു നായകൻ വിളിക്കുന്നു സോദരേ. ചെന്നെത്തിയാൽ പിന്നീട് മരണമില്ല സ്നേഹരേ. ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിന് മുമ്പ് തന്നെ മദീന നിവാസികൾക്കിടയിൽ ഉണ്ടായിരുന്ന കലാരൂപമാണ് ദഫ്. യുഗാന്തരങ്ങളിലൂടെ ലക്ഷദ്വീപ് സമൂഹം വഴിയാണ് ഈ കല കേരളത്തിൽ എത്തിച്ചേരുന്നത്. മുൻകാലങ്ങളിൽ മുസ്ലിം വീടുകളിലും പള്ളികളിലും മാത്രം ഒതുങ്ങുന്ന ഈ കലാരൂപം 970 കാലഘട്ടങ്ങളിലാണ് പൊതുവേദികൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയത്. 992 മുതൽ സംസ്ഥാന സ്കൂൾ കലോത്സവ മേനരിൽ ഒരു ഇനമായി ഉൾപ്പെടുത്തി തുടർന്ന് വിവിധ മത സംഘടനകൾ നടത്തുന്ന കലോത്സവങ്ങളിൽ ദഫ്മുട്ട് ഒരു ഇനമായി ഉൾപ്പെടുത്തി. അതിന്റെ തനത് രൂപമാണ് ഇൻഷാ അല്ലാഹ് ഇവിടെ അരങ്ങേറാൻ പോകുന്നത്. ഞങ്ങളുടെ വീട്ടില് ഇത് ഉടലെടുത്തിട്ട് കുറഞ്ഞ വർഷമായിക്കുള്ളൂ. കൃത്യമായിട്ട് പറഞ്ഞാൽ 135 വർഷം. എന്റെ പ്രപിതാമഹൻ സയ്യിദ് അഹമ്മദ് റിഫായി അവർ തുടങ്ങി വെച്ച റിഫായി റാത്തീബും ദഫും ഇന്നും മുറിയാതെ നടന്നു പോകുന്നു. കേരള ഗവൺമെന്റിന്റെയും സെൻട്രൽ ഗവൺമെന്റിന്റെയും അഫിലിയേഷനിലോടുകൂടിയാണ് ക്ലാസ് എടുത്ത് വരാറുള്ളത്. അവരുടെ പരമ്പര യമനിലെ അദനിൽ നിന്ന് കുടിയേറി പാർത്ത വിഭാഗമാണ് അവർ. അൽഹംദുലില്ലാ, ഇന്ന് റബ്ബിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ആസ്ട്രേലിയ, ബ്രിസ്ബൺ, മെൽബൺ, ഫിജി, ഓക്ക്ലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളിലെല്ലാം തന്നെ പരിശീലനം കൊടുത്തു വരുന്നുണ്ട്. അവിടെ എല്ലാം റിഫായി റാത്തീബുണ്ട്, ദഫുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് ദഫ് നടക്കുന്നതിന്റെ മുമ്പായിട്ട് ഒരു ചോദ്യം ഒരൊറ്റ ചോദ്യം നിങ്ങളോട് ചോദിക്കുകയാണ്. ഉത്തരം അറിയുന്ന ആളുകൾക്ക് ദഫിന് ശേഷം കണ്ടെത്തി ഇവിടെ വന്ന് പറയാവുന്നതാണ്. ഒരിക്കൽ ഗൗസുൽ ആലം സുൽത്താൻ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു തആല സിറഹുൽ ലദീ തങ്ങൾ അവിടുന്ന് ഭുജിച്ചു വെച്ച തിന്നു വെച്ച എല്ലിന്മേൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു ലാസ്റ്റ് നല്ലൊരു പാട്ട് വെച്ചിട്ടുണ്ട്. അയാൾ അടക്കട്ടെ. ദ്രവിച്ചുപോയ നുറുമ്പിപ്പോയ എല്ലുകളെ ജീവിപ്പിക്കുന്ന ജഗന്നിയന്താവിന്റെ അനുമതിയോട് ഇതാ അബ്ദുൽ ഖാദിർ പറയുന്നു, നിൽക്കുക. ശൈഖ് നൂറുദ്ദീൻ ശത്നോഫി തങ്ങള് ശൈഖ് നൂറുദ്ദീൻ ശത്നോഫി തങ്ങൾ തന്റെ ബഹിജത്തുൽ അസ്റാറിൽ ചരിത്രം
വിശദീകരിച്ചുകൊണ്ട് പറയാണ് പരിപൂർണമായ ഒരു പെടക്കോഴിയാകുകയും എന്നിട്ട് അതിനെ കൊണ്ട് കൂകിപ്പിക്കുകയും ചെയ്തു. അവിടുന്ന് തിന്നു വെച്ച കോയിന്റെ എല്ലുമേല് അവിടുത്തെ വർക്കത്താക്കപ്പെട്ട കരം വെച്ചുകൊണ്ടൊരു കോയിനെ ജീവിപ്പിച്ചു. എങ്കിൽ മാപ്പിളപ്പാട്ട് സാഹിത്യ ശാഖയിൽ കണ്ടുകിട്ടിയ കൃതിയിൽ നിന്ന് ആദ്യത്തേതായ മൊഹീദ്ദീൻ മാലി ഈ ആശയം ഇതിവൃത്തമാക്കിക്കൊണ്ടുള്ള ഒരു വരിയുണ്ട്. ഏതാണ് ആ വരിയെന്ന് നിങ്ങൾക്ക് കണ്ടെത്താം. ഇവിടെ വന്ന് പറയാം, പാടാം, കേശപാട് സ്വീകരിക്കാം. ഏതായിരിക്കും ആ വരി? നമുക്ക് കുറഞ്ഞ സമയം അതിന്റെ ഇടയിൽ ദഫ് ആസ്വദിക്കാം. ബിസ്മില്ലാ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, മുഹമ്മദുർ റസൂലുള്ളാഹ്. ബിസ്മില്ലാഹി മുൻആദിയായി ഹുസ്ന ദുആഇരിക്കുന്നതായി ഫമൈസായിലായി സല്ലിം ബിലുതുഫിക യാ സലാം. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. മജദി ഖുറൈശിയാ മുഹമ്മദി സഹബിതദി സല്ലിം ബിലുതുഫിക യാ സലാം. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. أشرق نور الله المبين الله مستديرا في شباب الضياء الله مستبين الله الله خفاض وارتفاعي الله 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 إلهي شيخ الله ولا يهود الله مرحبا شيخي رفاعي مرحبا
गौसी मरहबा के भी रिफाई सईद अहमद रिफाई مرحبا سيدي رفاعي مرحبا مرحبا غوثي الله غوثي صلي رفاعي سيد أحمد رفاعي نسل میں بھی تہامی مرحبا 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 نسل علی الله نسل الحسين رفاعي سيد أحمد رفاعي مرحبا سيدي رفاعي مرحبا مرحبا غوثي الله غوثي صلي رفاعي سيد أحمد رفاعي شيخ 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 الله قاسم شاعر الله 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 شير الله الله يا شيخ 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 هنا الله شاهد الله الله مهديه للنبي رحمه الله 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 شفيع الأمة الشيخ شيخ الشيخ شيخ الشيخ شيخ كتابي وسنة الله 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 شيخنا شيخ الله الله شيل الله نبي عبد الله بدون خاتم الله إلا نبي عبد الله مصطفى شيء لله خيرا من خير الله مصطفى شيء لله خيرا من سر الله أزكى منك أصلا عبد الله يا جد الحسين عبد الله عليك الله صلى عبد الله إيمان طول الدهور ഇത് സത്യത്തിൽ ഒന്നുമില്ല ഇതെല്ലാം നിങ്ങൾ കാണില്ലേ അറബന വരുന്നുണ്ട് ഒരു കളരി അഭ്യാസിയുടെ മേൽവൈക്കത്തോട് കൂടെയുള്ള അറബന മുട്ട് കാണേണ്ട ഒരു സംഭവമാണ് അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാവട്ടെ 5 മിനിറ്റ് ദൈർഘ്യത്തിലുള്ള അറബന നമുക്ക് ഇപ്പോൾ ആസ്വദിക്കുന്നതിന് മുമ്പായിട്ട് 3 മിനിറ്റ് നേരത്തേക്കുള്ള ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ഉറുദു കാവ്യ സമാഹാരം ഇപ്പം നമുക്ക് കേൾക്കാം. മുഹമ്മദ് 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 അതിനു മുമ്പ് നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം അറിയുന്ന ആളുകൾക്ക് കൈപൊക്കാവുന്നതാണ്. ഏതാണ് മുഹീദ്ദീന്മാരിലെ അവരി എന്നുള്ളതാണ് ചോദ്യം. റസൂലുള്ളാഹി അവിടുത്തെ ബർക്കത്താക്കപ്പെട്ട കരം കോയിന്റെ എല്ലിന്മേൽ വെച്ചുകൊണ്ട് ഒരു പരിപൂർണ പെടക്കോഴിയെ സൃഷ്ടിച്ചെടുത്തെങ്കിൽ
എന്നിട്ട് അതിനെ കൊണ്ട് കൂകിപ്പിക്കുകയും ചെയ്തു. ഏതാണ് ആ വരി എന്നുള്ളത് ആർക്കും കണ്ടെത്താൻ എന്റെ സഹോദരന്മാര് അറിയുന്ന ആളുകള് കൈപൊക്കാവുന്നതാണ്. ഏതോ ഒരാളാടെ കൈപൊക്കിക്കണല്ല, കൈപൊക്കി ആളുങ്ങ് വരി. ഒരു മനുഷ്യനെ ഒരുങ്ങി വരുന്നുണ്ട്. ഒന്ന് സൈഡായി കൊടുക്കും. രണ്ട് ഭാഗത്തൂടെ ആള് വരുന്നത്. ഒരു കാരണവറെ കിട്ടുക എന്നുള്ളത് വലിയ ഭാഗ്യ. ഇൻഷാ അല്ലാഹ്. എന്റെ പേര് പറയും. ഷഹീൻ. നല്ല മോനാണല്ലേ. അമ്മ മോനെന്നാ വിളിക്കല്. ഏതാണ് വരി? ടെസ്റ്റ് വെച്ചിട്ട് എന്നാ തോന്നല്ലേ പരീക്ഷ ചെയ്തല്ലേ? കോഴിയുടെ മുള്ളോട് കൂകുവാൻ ചെന്നവർ കൂസാതെ കൂക്കി പറപ്പിച്ചു വിട്ടോവർ. കോഴിയുടെ മുള്ളോട് കൂക്കൊന്ന് ചെന്നവർ കൂസാതെ കൂക്കി പറപ്പിച്ചു വിട്ടോ. ഈ കളരിയേറ്റം പഠിക്കുന്നുണ്ടാ? സാധാരണ കളരി പഠിക്കുന്ന ആളുകൾ പറയണ്ട അമർന്ന അമർച്ചയിൽ അടുത്ത് കൂട്ടി വെച്ച് വരത്തുറച്ചോട്ടുകൾ കൂട്ടുമാർത്ത് കൊടുത്തു ചോർന്ന് വരത്തി വിഷയം പറച്ചാഞ്ഞ പറഞ്ഞ കോഴിയുടെ മുള്ളോടെ കൂകന്ന് ചെന്നാരെ കൂസാതെ കൂകി പറപ്പിച്ചു വിട്ടോ. തെക്കനാണല്ലോ നാദാപുരത്താരണോ? തെക്കൻ ജില്ലയിൽ ഇവിടെ തന്നെയല്ലേ? ആ ഈ നാദാപുരത്തേര് പാടുന്ന ഒരുപാട് കോഴിയുടെ മുള്ളോട് കൂടി ചെന്നവർ കൂകാതെ. ഇപ്പോഴാണ് നാദാപുരത്ത് തന്നെ ഈ വരി ശരിയാണോ? അല്ലേ? ശരിയല്ലേ? എന്നാൽ ഇക്കായൊന്ന് എനിക്കൊന്ന് പാടിക്കൊടുക്ക്. ആ വരി മാത്രം. കോശിയുടെ മുള്ളോടെ കൂകന്ന് ചൊന്നാരെ കൂശാതെ കൂകി പാറപ്പിച്ച് വിട്ടോവർ. ഉത്തരം ശരിയാണ്. എങ്ങനെക്കോ ശരിനും ഒപ്പിച്ചു വിട്ടിട്ടുണ്ട്. എന്നെ വിട്ട ആളെ എനിക്കറിയാം. എന്റെ വലത് ഭാഗത്തിരിക്കുന്ന ആളല്ലേ എന്നെ ഹെൽപ്പ് ചെയ്ത്. സത്യം പറയും. ആണോ അല്ലേ? പിന്നെ ഇടത് ഭാഗത്തിരിക്കുന്ന ആള് രണ്ടാളും അല്ല. പിന്നെ എങ്ങനെ കണ്ടെത്തി? മൊബൈലിൽ നോക്കി കണ്ടെത്തിയ. അപ്പൊ സത്യം പുറപ്പെട്ടു. കൊയ്യുടെ മുള്ളോട് കൂകന്ന് ചെന്നാരെ കുസാതെ കൂകി പറപ്പിച്ചു വിട്ടോവർ. റബ്ബാനി വൽഔസി സമദാനി നജീനാ മിൻ കുല്ലി അഫാതിയ അല്ലാഹ്. സഹോദരന്മാരെ മാലപ്പാട്ടിൽ ഒരൊറ്റ വരി പോലെ എന്റെ ചെറുപ്പക്കാരെ ശ്രദ്ധിക്കേണ്ടത് അത് ഖുർആനോ ഹദീസിനോ ഇജ്മാഇനോ ഖിയാസിനോ എതിരല്ല. എല്ലാത്തിനും ആധികാരികമായ തെളിവ് നമുക്ക് കണ്ടെത്താൻ പറ്റും. അതിനെ സംബന്ധിച്ച് മനസ്സിലാക്കിയത് കൊണ്ടാണ് പറയുന്നത്. ഇപ്പോ ചുരുക്കം ചിലര് ഭാഷാ സാഹിത്യത്തിൽ കഴിവില്ലാത്ത ചില ആളുകൾ ഓവറായിട്ട് പറഞ്ഞെന്ന് പറയുന്നുണ്ട്. അല്ലാഹു തആല കാത്തിരക്ഷിക്കുമാറാവട്ടെ. മലയാള ഭാഷയിൽ ഒരു കഴിവില്ലാത്ത ആളുകൾ അത് പറയുള്ളൂ. മുഹയ്യദ്ദീൻമാലയുടെ തുടക്കം തിരുപേരും പുതിയും സലാവാത്തും അതിനാൽ തുടങ്ങുവാൻ അരുൾ ചെയ്ത വേദാമ്പർ. മുഹയ്യദ്ദീൻമാല മൊത്തം ഞാൻ പറയുന്നില്ല. അതിലെ ഖാലി മുഹമ്മദ് തങ്ങൾ രചിച്ച തിരു എന്ന പ്രയോഗമുണ്ടല്ലോ. അരട്ടൊന്ന് മതി മുഹയ്യദ്ദീൻമാല മൊത്തം അളക്കാൻ. തിരു എന്നുള്ളത് മലയാള ഭാഷയിൽ കഴിവുള്ള ആളുകൾ അധ്യാപകരടക്കം ഈ കൂട്ടത്തിലുണ്ടാവാം. തിരു എന്നുള്ളത് മലയാള ഭാഷയിലെ ശ്രേഷ്ഠ പദ സൂചനാക്ഷരമാണ്. അത് എല്ലായിടത്തും ഉപയോഗിക്കാൻ പറ്റൂല. ഇയാളെ കൊണ്ടിപ്പോ ഞാൻ തിരുഷഹീൻ എന്ന് പറയാൻ പറ്റൂല. അല്ലെങ്കിൽ തിരുകാരണവർ എന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. പറയാൻ പറ്റും തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. തിരുവചനം എന്ന് പറയാം. എന്നാൽ അതിന്റെ കൂടെ തിരു എന്ന വാക്കിന്റെ കൂടെ മലയാളത്തിൽ തിരു എന്ന പദത്തിന്റെ കൂടെ നാമം ചേർക്കുക എന്നുള്ളത് സംസ്കൃത സാഹിത്യ ശൈലിയാണ്. അതാണ് തിരുപേരും എന്നുള്ളത്. ആരായിരിക്കും ഇപ്പൊ ഖാദി മുഹമ്മദ് തങ്ങള് അല്ലേ? ഏത് സംഭവത്തിന് നമുക്ക് വിമർശിക്കാം, പക്ഷെ അതിനെ സംബന്ധിച്ച് പഠിച്ചിരിക്കണം. അല്ലാഹു തആല റാഹത്താക്കുമാറാവട്ടെ, കബൂൽ ചെയ്യുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ്.
മാഷാ അല്ലാഹ് മഹമ്മൂദ് ഹാജിക്കാണ് ഈ അവാർഡ് കൊടുക്കുന്നത്. അല്ലാഹു തആല റാഹത്താക്കുമാറാവട്ടെ. കുഞ്ഞുമ്മ പറഞ്ഞതല്ലേ നിങ്ങൾ പാടുകയും ചെയ്തു വാങ്ങുന്ന കൈനെക്കാട്ടി നല്ല കൊടുക്കുന്ന കൈയാണല്ലോ. ഹാജിക്ക് എന്നെ കൊടുക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഞാനില്ല നാദാപുരത്താരെല്ലാവരും കിതാബ് ഓതിയാ നമുക്കറിയാം. അതിന്റെ ഹദീസപ്പ പറഞ്ഞത് അല്ലാഹു തആല റാഹത്താക്കുമാറാവട്ടെ, കബൂൽ ചെയ്യുമാറാവട്ടെ. നാദാപുരത്താരെ കൊണ്ട് പറയലെന്ന് വെച്ചാൽ മിനിമം ഈ സാധാരണക്കാര് അൽഫീം ഫത്തുൽ മുഈൻ ഓതിയ ആൾക്കാരുന്ന എന്നോട് ഉപ്പ പറയലതാ. മിനിമം നമ്മളെ വിചാരിക്കുന്നത് സാധാരണക്കാരാന്ന് വിചാരിക്കും. എല്ലാവരും ഫത്തുൽ മുഈൻ തൊടാത്തൊരൊറ്റൊന്നും ഉണ്ടാവില്ല എന്ന് മാത്രമല്ല അതിൽ ഇബാറത്തടക്കം ബൈഹാർട്ടുള്ള ആളുകളാണ്. അങ്ങനെയാണ് ഇവിടുത്തെ പണ്ഡിതന്മാർ വളർത്തി. അല്ലാഹു തആല അവരുടെ ദർജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ ഉനൈസ ഇനിയുണ്ടോ നിയാസ് ക്യാഷ് എടുക്ക ഇനി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അന്യം നിന്നും പോയ അറബന മുട്ടാണ് ഇൻഷാല്ലാഹ് ഇനി വേദിയിൽ അരങ്ങേറാൻ പോകുന്നത്. ഇപ്പൊ ഞങ്ങൾ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഇതിന്റെ ശബ്ദം എത്തിച്ചു കൊണ്ടുവരിക. ഇതുപോലെ നമ്മളിൽ നിന്ന് അന്യം നിന്ന് പോകുന്ന ഒന്നാണ് ബക്കറ്റ് വിരിവ്. പൂർവികരായ പണ്ഡിത മഹത്തുക്കള് ഇജാസത്തോടുകൂടി കൈമാറി തന്ന ഒരു സംഭവമാണ്. ഇതിപ്പോ ഞാൻ അങ്ങോട്ട് ഇറങ്ങിയാൽ നിങ്ങൾ എന്റെ കയ്യിലേക്ക് വാരിപ്പോയി തരുമെന്നറിയാം. 500 ചോദിച്ചാൽ 2000 തരുമെന്നറിയാം. പക്ഷെ അതല്ല അവരുടെ ബർക്കത്ത് കിട്ടാൻ വേണ്ടിയിട്ട് പൂർവികരായ ഉസ്താദുമാരുടെ ബർക്കത്ത് കിട്ടാൻ വേണ്ടി നമുക്ക് ഇതിൽ തന്നെ നിക്ഷേപിക്കാം. അല്ലാഹു തആല റാഹത്താക്കുമാറാവട്ടെ. ഇത് പെണ്ണുങ്ങളെ ഭാഗത്തേക്കില്ലേ ഈ ഒരൊറ്റ ബക്കറ്റോ? എല്ലാ ബക്കറ്റും നേരത്തെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇത് മാത്രല്ല ഇതെന്റെ ശിഷ്യനും കൂടിയാണ്. അഭിമാനപൂർവ്വം ഞാൻ പറഞ്ഞു. അല്ലാഹു തആല റാഹത്താക്കുമാറാവട്ടെ. പേരോട് സ്കൂളിലല്ലേ ഇൻഷാ അല്ലാഹ്. അത് കഴിഞ്ഞിട്ട് അതിന്റെ ചെലവ് വേണം. ബിസ്മില്ലാഹ്. നമുക്ക് നല്ലൊരു നേരത്ത് ആസ്വദിക്കാം. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ട് മുഹമ്മദ് वसल्लम या हबीबल्लाह ज़र्री चढ़कर तेरी ज़र्री चढ़कर तेरी पेज़ारों की ताज सर बनते हैं सियारों की। मेरे आका कबो दर है जिस पर माथे किस जात है हैरात मदीने में बड़ी सल्लल्लाहु अलैहि या रसूल अल्लाह वसल्लम अलैहि या हबीबल्लाह। अल्लाहु अल्लाह अल्लाहु अल्लाह अल्लाहु अल्लाह अल्लाहु अल्लाह अल्लाह अल्लाहु 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 अल्लाह कि देखे फूलों की रिदा अल्लाहु अल्लाह अल्लाहु अल्लाह।
دیکھے پھولوں کی رضا اللہ 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 کے دیکھے پھولوں کی رضا اللہ اللہ کے دیکھے پھولوں کی رضا اللہ اللہ اشجار سے پر ٹوٹی صدا اللہ 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 سورہ رحمان سورہ سین کی سورہ اقرا وہ سورہ سین کی سورہ رحمان وہ سورہ سین کی سورہ اقرا قرآن سے برسوں کی صدا اللہ 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 ماتل نے آسماں فیل کا اللہ ہو اللہ اللہ ہو اللہ ماتل نے آسماں فیل کا اللہ ہو اللہ اللہ ہو اللہ ماتل نے آسماں فیل کا ہو اللہ اللہ ہو اللہ ماتل نے آسماں فیل کا اللہ ہو اللہ اللہ ہو اللہ ماتل میں آسماں فیل کا اللہ ہو اللہ اللہ ہو اللہ ماتل میں آسماں فیل کا اللہ ہو اللہ ماتل میں آسماں فیل کا اللہ ہو اللہ پرورنے کتاروں کی صدا اللہ ہو اللہ 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 اللہ ہو اللہ اللہ ہو اللہ صلی وسلم یا رسول اللہ یا حبیب اللہ یا رسول اللہ یا حبیب اللہ دیوانہ بنو نا یا رسول اللہ یا حبیب اللہ یا رسول اللہ یا حبیب اللہ دیوانہ بنو نا سرکار کی آمد سرکار کی آمد کی آمد کی آمد سبھی کا بولو بولو اونچا بولو بولو زمانہ چھوڑو مرحبا زمانہ چھوڑو مرحبا സഹോദരന്മാരെ നേരത്തെ ചെല്ലുമ്പോ അതിന്റെ ഒരു അതബിന്റെ ഭാഗമാണ് തുരന്തിയിലൂടെ സഞ്ചരിച്ച ആളുകൾക്കറിയാം മർഹബ തുടങ്ങിയ പദപ്രയോഗങ്ങൾ വരുമ്പോ ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അങ്ങേയറ്റത്തെ ഇഷ്കുകൊണ്ട് കൈ ഉയർത്തിയാണ് അവര് ചെല്ലാറുള്ളത്. ഇനി മറ്റൊരു തരത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ ഈ ഇരിക്കുന്ന ആളുകൾ എന്റെ സഹോദരന്മാര് നമ്മളെല്ലാ ആളുകളും വ്യത്യസ്ത
കക്ഷി രാഷ്ട്രീയങ്ങളിലും സന്നദ്ധ സംഘടനകളിലും പ്രവർത്തിക്കുന്നവരാണ്. നമ്മുടെ നേതാക്കന്മാരുടെ പേര് കേൾക്കുമ്പോ മാനത്തേക്ക് ഉരുക്കുമുഷ്ടി ഉയർത്തുന്നതിൽ മത്സരിക്കുന്നവരാണ് നാം ഓരോരുത്തരും. അങ്ങനെ ഉയർത്തുന്നുണ്ടെങ്കിൽ ഉയർത്താൻ ഏറ്റവും അവകാശപ്പെട്ടത് ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് എല്ലാവർക്കും ഉയർത്താം. ആരൊക്കെ അല്ലാഹുവിന്റെ ഹബീബിനെ മദ്ഹ് ചെയ്തിട്ടുണ്ടോ അവരൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇമാം ബൂസൂരി റളിയല്ലാഹു തആല അൻഹു ഹിജ്റ 6-ാം നൂറ്റാണ്ടിൽ ഈജിപ്തിലെ ദല്ലാസ് ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ഇമാം ബൂസൂരി റളിയല്ലാഹു തആല അൻഹു നമ്മളെ പോലല്ല ലാവിഷ് ലൈഫായിരുന്നു. അടിച്ചു പൊളിച്ച മനുഷ്യനായിരുന്നു. കൊട്ടാര കവിയായി മന്ത്രിയായി ജീവിച്ച ആളാണ്. പെട്ടെന്നാണ് സ്ട്രോക്ക് ബാധിച്ചത്. ഒരു ഭാഗം കൊഴഞ്ഞുപോയി. ആ സമയത്ത് നേർച്ചയാക്കി രചിച്ച കവിതാ സമാഹാരമാണ് അൽ കവാകിബ് ദുർജിയ ഫീ മദി ഖൈറിൽ ബരിയ. അഥവാ നമ്മൾ ചെല്ലുന്ന ബുർദ എന്ന ബുർദ ബൈത്ത് നേർച്ചയാക്കിയ പാടൻ അല്ലാഹുവിന്റെ ഹബീബ് സ്വപ്ന ദർശനം നൽകിയ ആ സുഖം മാറുകയാണ്. ആരൊക്കെ മദ്ഹ് ചൊല്ലിയിട്ടുണ്ടോ അവരൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഹബീബിന്റെ ചാരെ മദ്ഹ് ചൊല്ലി അവിടുന്ന് സമ്മാനം വാങ്ങിയ സഹാബി വരീനാണ് കഅബ് ബിൻ സുഹൈർ റളിയല്ലാഹു തആല അൻഹു. ബാനത്ത് സുആദ എന്ന കവിതാ സമാഹാരം അറിയാത്തവരായിട്ട് ആരുണ്ടാവൂല. അല്ലാഹുവിന്റെ ഹബീബിന്റെ ചാരെ നിന്ന് അവിടുന്ന് മദ്ഹ് ചൊല്ലിയപ്പോൾ സ്ഥിരമായിട്ട് അല്ലാഹുവിന്റെ ഹബീബ് ചുമലിലിടുന്ന പച്ച ഷാളെടുത്ത് കഅബ് റളിയല്ലാഹു അൻഹു കൊടുത്തു. ഞങ്ങളൊരു 3 ആഴ്ച മുമ്പ് അല്ലയിലൊരു യാത്ര ഉണ്ടായിരുന്നു. അവിടെ പോയപ്പോ അല്ലയിലുള്ള ആളുകളുണ്ടാവാം. അല്ലയിലെ ജബൽ ഹഫീത്തിന് സമീപം നിയാദാത്ത് മഖ്ബറയിലാണ് കഅബ് ബിൻ സുഹൈർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മഖ്ബറയുള്ളത്. അല്ലാഹു തആല അവരുടെ പൊരുത്തത്തിലാക്കി തിരുമാറാവട്ടെ. ഞങ്ങൾ അവിടെ പോയി സിയാറത്ത് ചെയ്തിരുന്നു. ഇൻഷാ അല്ലാഹ് അതുകൊണ്ട് മർഹബ എന്ന ഭാഗം വരുമ്പോ എന്റെ സഹോദരന്മാര് കൈ ഉയർത്തിക്കൊണ്ട് നമുക്ക് ചെല്ലാം. എന്റെ ചെറുപ്പക്കാരെ മനസ്സിലാക്കിയത് നമ്മുടെ ഏറ്റവും വലിയ റോൾ മോഡൽ ഹബീബുന റസൂലുള്ളാഹി. ലോകം കണ്ട ഏറ്റവും വലിയ ഫിലോസഫർ ഹബീബുന റസൂലുള്ളാഹി. सरकार की आमद मरहबा, दिलदार की आमद मरहबा, सरकार की आमद मरहबा, दिलदार की आमद मरहबा, मिलकर बोलो मरहबा, ऊंचा बोलो मरहबा, माना छोड़ो मरहबा, ताकि आमद मरहबा, ताकि आमद मरहबा, सर मिलकर बोलो मरहबा, ऊंचा बोलो मरहबा, ऊंचा बोलो मरहबा, इमदाद कुन अज़ बंदे गुम आजाद कुन धरती नो दुनिया शाद कुन, धरती नो दुनिया शाद कुन, या मोदी आज़म दस्तगीर इमदाद कुन अज़ बंदे गुम आजाद कुन धरती नो दुनिया शाद कुन, धरती नो दुनिया शाद कुन, या मोदी आज़म इमदाद कुन आज़ीरों की मुश्किल मोसी आज़म, आज़ीरों की मुश्किल मोसी आज़म, फाकीरों की जितना बाबों में इमदाद को अज़ बंदे हम आजाद कुन धरती नो दुनिया शाद कुन, धरती नो दुनिया शाद कुन, या गौसी आज़म दस्तगीर इमदाद को सरकार की आमद मरहबा मरहबा ताकि अमन मरहबा, ताकि अमन मरहबा, मरहबा, सभी का बोलो मरहबा, ऊंचा बोलो मरहबा, माना छोड़ो मरहबा, ताकि अमन मरहबा, ताकि अमन मरहबा, ताकि अमन मरहबा, सभी का बोलो
مرحبا اچھا بولو مرحبا امداد کن امداد کن امداد کن امداد کن از بندی کو آزاد کن ہر دین و دنیا شاد کن ہر دین و دنیا شاد کن یا غوثی اعظم دستگیر امداد کن امداد کن گیرا کی بلا بھومی بڑھتا تمہارا گیرا کی بلا بھومی بڑھتا تمہارا مدد کے لیے آو یا وہ میں امداد کن امداد کن امداد کن امداد کن از بندی ہم آزاد کن در دین و دنیا شاد کن در دین و دنیا شاد کن یا غوثی اعظم دستگیر امداد کن امداد کن موری تو خط آنت بگری ہم سے موری تو خط آنت بگری ہم سے بادت کے لیے آو یا وہ میں امداد کو امداد کو امداد کو امداد کو از بندی ہم آزاد کو در دین و دنیا شاد کو در دین و دنیا شاد کو یا غوثی اعظم دستگیر امداد کو امداد کو سرکار کی آمد مرحبا 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 بولو مرحبا مرحبا نہ چھوڑو مرحبا سرکار کی آمد مرحبا سرکار کی آمد مرحبا بولو بولو مرحبا امداد کن امداد کن امداد کن از بندی ہم آزاد کن در دین و دنیا شاد کن در دین و دنیا شاد کن یا غوثی اعظم یا رسول اللہ مدینے میں یا مدینے آخری وقت میں کیا رو نہ کہ دنیا دیکھو میرے مولا اب تو بس کہ دنیا کہ مدینہ دیکھو اس نے بھی مدینہ دیکھ لیا 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 سرکار کبھی تو میں بگاؤ سرکار کبھی تو میں بگاؤ میں نے بھی مدینہ دیکھ لیا اب تو بس کہ مدینہ دیکھو میرے مولا میرے آگے مجھے واپس کر دے میرے مولا میرے آگے مجھے واپس کر دے تاکہ سما دل میں جیون کہ مدینہ دیکھو کاش ایک بار لائیوں میں یوں بسر ہو جائے کاش ایک بار لائیوں میں یوں بسر ہو جائے تاکہ سما دل میں
جیب کے مدینہ دیگر مارا تاکی سما دل میں جیب کے مدینہ دیکھو بلا لو یا رسول اللہ 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 اب تو بس کہ دور کہ مدینہ دیکھو بلا لو یا رسول اللہ 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 بلا لو میں اونچی کی شاہ تیرے رو پر مدینے میں تیرے روتا ہوا راوی تیرے گھر پر مدینے میں مدینہ جانے والے جاؤں گے ہماری لا ابھی تو تک ابھی تک جا کتاب سے مدینے میں اب تو بس کہ مدینہ سرکار کی آمد مرحبا سرکار کی آمد مرحبا سرکار کی آمد مرحبا سر مل کر بولو مرحبا اونچا بولو مرحبا سرمانا چھوڑو سرمانا چھوڑو مرحبا لاتا کی آمد مرحبا لاتا کی آمد مرحبا مل کر بولو مرحبا بلا لو یا رسول اللہ 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 میری آنکھ کا قدر ہو کبھی شیل سے چاہیے آنا کیا